കേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ എ ഫീനിക്സ് റൈസസ് അല്ലെ. എ ഫീനിക്സ് റൈസസ്. പുറകിൽ ഒരു കിളിയുടെ അല്ലെ, ഒരു ബേർഡിന്റെ പടം കാണുന്നുണ്ട്. കണ്ടോ കണ്ടോ കണ്ടു കണ്ടു കണ്ടു. ആ ബേർഡിന്റെ പേരാണ് ഫീനിക്സ് എന്ന്. ഇതാണ് ഫീനിക്സ് ബേർഡ്. ഫീനിക്സ് ബേർഡിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ ഫീനിക്സ് ബേർഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും? ദാ പുറകെ കാണുന്ന ബേർഡാണ് ഫീനിക്സ് ബേർഡ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിത്തിങ്? ഓക്കെ, ആർക്കെങ്കിലും? വേറെ 2-3 പേരുണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ. ഐശ്വര്യ ഉണ്ട്, പിന്നെ കൃഷ്ണയുണ്ട്, പിന്നെ ആദിത്യനുണ്ട്. ഇപ്പൊ നിങ്ങൾ 3 പേരാ ഉള്ളത് അല്ലേ? എന്ത് തോന്നുന്നു? ആ പടം കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? ചുറ്റുപാടൊക്കെ തീ പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ എടാ, ഈ ഫീനിക്സ് ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിത്തോളജിക്കൽ ബേർഡ്, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളൊരു സാധനം അല്ല ഇത്. കേട്ടോ? ആ കേൾക്കുന്നുണ്ടല്ലോ. ഒരു ഇമാജിനറി കൺസെപ്റ്റ് പോലുള്ളൊരു സംഭവമാണ്. നമ്മുടെ പണ്ടത്തെ രാമായണത്തിന്റെ അകത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ജഡായു എന്നൊക്കെ പറഞ്ഞ് കിളികളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ മിത്തോളജിയിൽ ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ഗ്രീക്ക് മിത്തോളജിയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ബേർഡാണ് ഈ പറയുന്ന ഫീനിക്സ് എന്ന് പറയുന്നത്. അപ്പം ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ ഒരു അൺഎൻഡിങ് ആയിട്ട്, ഇമ്മോർട്ടൽ ആയിട്ടെന്ന് പറയും. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരിക്കലും മരണമില്ലാത്ത സംഭവങ്ങളല്ലേ, അതിനാണ് ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ്, അതിന് മരണമില്ല. മോർട്ടൽ എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്ന സാധനങ്ങൾ, എൻഡ് ആവുന്ന, ജീവിതം എൻഡ് ആയി പോകുന്ന സാധനങ്ങളെയാണ് മോർട്ടൽ എന്ന് പറഞ്ഞാൽ. ആ ഹ്യൂമന്റെ ലൈഫ് ഒക്കെ മോർട്ടൽ ആണെന്ന് പറയും. എന്താ, നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും അല്ലേ? അപ്പൊ ഈ ഫീനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലാത്ത ബേർഡ്. അപ്പൊ അതിന്റെ മെയിൻ പ്രത്യേകതയായിട്ട് പറയുന്നത് അത് ആഷിൽ നിന്നും ഉയർന്ന് എഴുന്നേക്കും. അതായത് തീ പിടിച്ച് ചാരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേക്കും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. അതിനാണ് ഈ ഫീനിക്സിനെ സിംബിളൈസ് ചെയ്യുന്നത് എപ്പോഴും. മനസ്സിലായില്ലേ? റീജനറേറ്റ് ചെയ്ത് വരും. അത് മരണത്തെ അതിജീവിച്ച് പിന്നെ ആഷിൽ നിന്ന് ഫ്ലൈ ചെയ്ത് വരും. ആഷ് ചാരമാകത്തില്ലേ, ചാരത്തിൽ നിന്ന് തിരിച്ച് പറന്നു വരും. കണ്ടോ? അവിടെ ആ പുറകെ കാണുന്ന പടവും നിങ്ങൾക്ക് അങ്ങനെയല്ലേ കാണുന്നത്? അതുപോലത്തെ ഒരു പടമല്ലേ വെച്ചിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എ ഫീനിക്സ് റൈസസ്. ഇതിന്റെ അകത്ത് ഈ കിളിയെ പറ്റി ഒന്നും പഠിക്കാനില്ല, പക്ഷെ ഇതേപോലെ തന്നെയുള്ള ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന സ്റ്റോറിക്കകത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കം കാണുകയാണെങ്കിൽ നമുക്ക് കാണാം ബബ്ലു കേവത്ത്. ബബ്ലു കേവത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഷിതികാന്ത് ബോലെയുടെ ഒരു ചാപ്റ്റർ കണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഷിതികാന്ത് ബോലെയുടെ ചാപ്റ്ററിന്റെ അകത്ത് നമ്മൾ കണ്ട എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് അല്ലെ, അദ്ദേഹത്തിന്റെ ലൈഫ് ചൈൽഡ്ഹുഡിൽ അയാൾക്ക് എന്താണ് ബ്ലൈൻഡ്നെസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് സ്കൂളിൽ പോയി. ആദ്യം നോർമൽ സ്കൂളിൽ പോയപ്പോൾ അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അല്ലെ, അവിടെ തന്നെ പഠിക്കാൻ പറ്റുകയില്ല, ആൾക്കാരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ പക്ഷെ എന്താണ്, അവിടെ അവോയ്ഡഡ് ആയിട്ട് ഫീൽ ചെയ്തു. ടീച്ചർമാരൊക്കെ പുറകിലിരുത്തും, ഫ്രണ്ട്സൊക്കെ വലിയ ഹെൽപ്ഫുൾ ആയിരുന്നില്ല എന്നൊക്കെ കണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ശ്രീകാന്ത് പുതിയൊരു സ്പെഷ്യൽ സ്കൂളിൽ പോയി പഠിക്കുന്നു. അവിടുന്ന് ഫ്ലൈയിങ് കളേഴ്സോടുകൂടി ജയിക്കുന്നു അല്ലെ, നല്ല മാർക്ക് സ്കോർ ചെയ്ത് അവിടുന്ന് ജയിച്ചു പോയി. +1 +2 അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ സയൻസ് സ്ട്രീം വേണമെന്ന് നോക്കുന്നു, പക്ഷെ അത് കിട്ടാൻ അത്യാവശ്യം പാടായിരുന്നു. അതിന് ചെറിയ ലീഗൽ ബാറ്റിൽ കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരുന്നു അല്ലേ. അങ്ങനെ എന്താണ്, കോടതി പറയുന്നു അഡ്മിഷൻ കൊടുക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിൽ അത് കഴിഞ്ഞ് അതെല്ലാം പാസ്സായാണ് അദ്ദേഹം ഇവിടെ വന്നത്, സ്കൂളിൽ പഠിച്ചതും. അതിനുശേഷം കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പിന്നെ പുള്ളിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. പിന്നെ പുള്ളി US പോയി പഠിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു ആ സ്റ്റോറിയിൽ അല്ലേ. പിന്നെ തിരിച്ചു വന്ന് ബോളന്ത് ഇൻഡസ്ട്രി തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിലാണെങ്കിലും ഇതുപോലെ പല ചാലഞ്ചസ് ഉണ്ടായിരുന്നു അല്ലേ? റൈറ്റ്, ശരിയല്ലേ? അതെല്ലാം പുള്ളി അതിജീവിച്ചു വന്നു അല്ലെ, അതിജീവിച്ചു വന്നു. അതെ. അപ്പൊ അതുപോലെ തന്നെ സീഡ്ലിങ്ങിന്റെ അകത്ത് നമ്മൾ കണ്ടു പല ചലഞ്ചസ് കാര്യങ്ങൾ ലൈഫിൽ വരും. അതിനെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ വളർന്ന് വരണം
എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ ഒരു ചാപ്റ്റർ ആണ്. ഇതിനകത്ത് ബബ്ലു കേവത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്റർ വായിച്ചു നോക്കാം. ഓക്കെ. ബബ്ലു കേവത്ത് had been an indifferent student at best. He still remembers his science teacher, Mrs. Sharma, and the egg incubator that he had made under her supervision. But when Bablu's father died, leaving his mother struggling to support her family, he dropped out of school to get job and help her out. അല്ലെ? അപ്പൊ ബബ്ലു കേവത്ത് had been an indifferent student at best. He still remembers his science teacher, Mrs. Sharma, and the egg incubator that he had made under her supervision. അപ്പൊ നമ്മുടെ ബബ്ലു കേവത്ത് എന്തായിരുന്നു? ഒരു സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നില്ല. പുള്ളി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഇൻഡിഫറെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത തരത്തിലുള്ളൊരു വ്യക്തി എന്നുള്ള അർത്ഥമാണ് ഇൻഡിഫറെന്റ് കേട്ടോ. വലിയ ഉത്സാഹവും കാര്യങ്ങളോ ഒന്നും എല്ലാ കാര്യങ്ങൾക്കും ഇല്ലാത്ത ഒരു ടൈപ്പ് സ്റ്റുഡന്റ് ആയിരുന്നു. ക്ലിയർ ആണോ? അപ്പോ അതുപോലെ തന്നെ എന്താണ്, ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് ഹിസ് സയൻസ് ടീച്ചർ മിസസ് ശർമ്മ. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും മിസസ് ശർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സയൻസ് ടീച്ചറിനെ ഓർമ്മയുണ്ട്. കാര്യം എന്താണ് അങ്ങനെ ഓർക്കാൻ കാരണം? ഇതാ നമ്മൾ സൈഡിൽ കാണുന്ന പോലെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട് അല്ലേ. എന്താണ് ഈ പറയുന്ന ഒരു എഗ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സഹായിച്ചിട്ടുള്ള ടീച്ചർ ആയിരുന്നു നമ്മുടെ സയൻസ് ടീച്ചർ ആയിട്ടുള്ള ആര്? മിസസ് ശർമ്മ. ഓക്കെ. ബട്ട് വെൻ ബബ്ലൂസ് ഫാദർ ആ ടീച്ചറിന്റെ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗൈഡൻസിൽ, മേൽനോട്ടത്തിൽ ആയിരുന്നു എന്ത്, എഗ് ഇൻക്യുബേറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പൊ സയൻസ് എക്സിബിഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഓരോ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും നടത്തി നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ അപ്പൊ എന്താണ് ഇവിടുന്ന് ക്ലിയർ ആവുന്ന എന്താ, ബബ്ലു കേവത്തിന് കൊച്ചിലെ തൊട്ടേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലെ, സയന്റിഫിക് കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷൻസ് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ചെറിയ ചെറിയ എഞ്ചിനീയറിംഗ് സ്കില്ല് പോലത്തെ അല്ലെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. ബട്ട് വെൻ ബബ്ലൂസ് ഫാദർ ഡൈഡ് ലിവിംഗ് ഹിസ് മദർ സ്ട്രഗ്ലിംഗ് ടു സപ്പോർട്ട് ഹർ ഫാമിലി, her small family, he dropped out of the school to get a job and help her out. പക്ഷെ എന്താണ് നിർഭാഗ്യവശാൽ എന്താണ്, ബബ്ലുവിന്റെ ഫാദർ മരിച്ചു പോകുന്നു അല്ലെ, ലീവിംഗ് ബിഹൈൻഡ് ഹിസ് മദർ ആൻഡ് ദീസ് ചിൽഡ്രൻ അല്ലെ, കുട്ടികളെയും ഭാര്യയും തനിച്ചാക്കി ഭർത്താവ് മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പൊ ഇനിയിപ്പോ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? അതെ, വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ബബ്ലു അങ്ങനെ പഠിത്തം നിർത്തേണ്ട ഒരു സാഹചര്യം ആകുകയാണ്. കാരണം തന്റെ സ്മോൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ടു ഗെറ്റ് എ ജോബ് ആൻഡ് ഹെൽപ്പ് ഹർ ഔട്ട്. അപ്പൊ എന്താണ്, നമ്മുടെ ബബ്ലുവിന് വേറെ വഴിയൊന്നുമില്ല, ഇനി പഠിത്തം നിർത്തുക, എന്നിട്ട് എന്താ ഒരു ജോലി കണ്ടുപിടിക്കുക. കാര്യം ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, മദറിനെ ഹെൽപ്പ് ചെയ്യണം, ഇനി ആ ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, ഹി ജോയിൻഡ് എ വർക്ക്ഷോപ്പ് ആസ് എ ബസ് ബോയ്, getting tea for the owner. He slowly worked his way up to becoming a welder. Gradually, he took over the mortgage of the workshop. After that, he ran the business himself, growing it steadily. അപ്പൊ ഇവിടെ he joined the workshop as a bus boy അല്ലെ. അപ്പൊ ഇവിടെ ബസ് ബോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ചെറിയ ചെറിയ കണ്ടില്ലേ അവിടെ ഫോട്ടോ കാണുന്നുണ്ടല്ലോ അല്ലെ, സൈഡിൽ ഷെയർ ചെയ്തേക്കുന്ന പിക്ചർ കാണുന്നില്ലേ, കണ്ടില്ലേ? അത് കണ്ടില്ലേ? അത് കാണിക്കുന്ന എന്താ, ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഓരോ ഇമേജുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് പഠിക്കണമെന്ന് പറയാറില്ലേ. അപ്പൊ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, കണ്ടില്ലേ? ബബ്ലു ആദ്യം അവിടെ ജോയിൻ ചെയ്യുന്ന ഒരു ബസ് ബോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു അസിസ്റ്റന്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള ഒരാളായിട്ട് അവരെ അസിസ്റ്റ് ചെയ്യാനെ കൊണ്ട് ജോയിൻ ചെയ്തു. എന്ത് കാര്യം ചെയ്യുന്നു? ആദ്യം ഗെറ്റിംഗ് ടീ ഫോർ ദി ഓണർ. ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർക്ക്ഷോപ്പിലെ ഓണറിന് ടീ കൊണ്ട് കൊടുക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിൽ അതിന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ വർക്ക്ഷോപ്പ് പണിയൊന്നും അറിയത്തില്ലായിരിക്കുമല്ലോ, എല്ലാം കണ്ടു പഠിക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്തു, അവിടെ മെയിൻ ആദ്യത്തെ ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അവരെ അസിസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാ, ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാ, ഹെൽപ്പറായിട്ട് കയറിയ ആളാ വർക്ക്ഷോപ്പിൽ. അവിടെ ഓണറിന് ടീ ഒക്കെ കൊണ്ട് കൊടുക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും
He slowly worked his way up to becoming a welder. പിന്നെ എന്ത് ചെയ്തു? അങ്ങനെ പയ്യെ പയ്യെ അവിടെ നിന്ന് പഠിക്കുക ഓരോരോ കാര്യങ്ങൾ. അങ്ങനെ ആദ്യം വെൽഡിങ് പഠിച്ചെടുക്കുന്നു. ഹി സ്ലോലി വർക്ക്ഡ് ഹിസ് വേ അപ് ടു ബിക്കമിങ് എ വെൽഡർ. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഈ വർക്കുകൾ പലതും ചെയ്ത് എന്താണ്, അങ്ങനെ ഒരു വെൽഡറിലേക്ക് മാറുന്നു. ഒരു ചെറിയ വെൽഡിങ് പണിയൊക്കെ പഠിച്ചു. ഹി സ്ലോലി വർക്ക്ഡ് ഹിസ് വേ അപ് ടു ബിക്കമിങ് എ വെൽഡർ. അങ്ങനെ പയ്യെ പയ്യെ കാര്യങ്ങളൊക്കെ പഠിച്ചൊരു വെൽഡർ ആവുന്നു. ചെറിയൊരു വെൽഡർ എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ഗ്രാജുവലി ഹി ടുക്ക് ഓവർ ദി മോർട്ട്ഗേജ് ഓഫ് ദി വർക്ക്ഷോപ്പ്. ആഫ്റ്റർ ദാറ്റ് ഹി റാൻ ദി ബിസിനസ് ഹിംസെൽഫ്, ഗ്രോയിങ് ഇറ്റ് സ്റ്റഡിലി. പക്ഷെ എന്താ, അവിടെ നിന്ന് വലിയൊരു ലെവലിലേക്ക് മാറുകയാണ് നമ്മുടെ ബബ്ലു. എന്താണ് ചെയ്യുന്നത്? ബബ്ലു ഈ പറയുന്ന നമ്മുടെ വർക്ക്ഷോപ്പിന് ചെറിയ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ലോണും കാര്യങ്ങളൊക്കെ തിരിച്ചടച്ച് ആ മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ പണയം വെക്കത്തില്ലേ, ആ ഒരു രീതിയിൽ നമ്മളെ എന്താണ് ആ വർക്ക്ഷോപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വർക്ക്ഷോപ്പ് മൊത്തം ആധാരം പണയം വെച്ചിട്ടുള്ള രീതിയിലായിരുന്നു വർക്ക്ഷോപ്പിന്റെ ബിസിനസ് കാര്യങ്ങൾ നടന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ബബ്ലു എന്ത് ചെയ്തു? അത്യാവശ്യം പൈസ കാര്യങ്ങളും ഒക്കെ ഒപ്പിച്ച് ഇത് എന്ത് ചെയ്തു? ടുക്ക് ഓവർ ദി മോർട്ട്ഗേജ്. ഈ പറയുന്ന പണയമൊക്കെ മാറ്റി പുള്ളി സ്വന്തമാക്കാൻ തുടങ്ങി ഈ പറഞ്ഞ വർക്ക്ഷോപ്പ്. കണ്ടില്ലേ, ബബ്ലൂസ് വെൽഡിംഗ് വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിലേക്ക് അത് മാറുന്നു. സെറ്റ് അല്ലേ? ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെ ഹി റാൻ ദി ബിസിനസ് ഹിംസെൽഫ്. അങ്ങനെ തന്നെ സ്വയം ഈ ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങുന്നു. ഗ്രോയിങ് ഇറ്റ് സ്റ്റഡിലി. അങ്ങനെ ഈ ഒരു ബിസിനസ് അല്ലെ, ബബ്ലുവിന്റെ വെൽഡിംഗ് വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വളർന്ന് വരുന്നു. അങ്ങനെ പുള്ളി അങ്ങനെ പോകുന്നു. Bablu and Gauri had an arranged marriage after meeting just once, briefly in the presence of both their families. അപ്പൊ ബബ്ലുവും ഗൗരിയും ഇനി അടുത്ത രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നു. അപ്പൊ അത് പുതിയൊരു ക്യാരക്ടർ വരുന്നു, ഗൗരി. അപ്പൊ ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് ആൻ അറേഞ്ച്ഡ് മാരേജ് അല്ലെ. ബബ്ലു ആൻഡ് ഗൗരി അവർ ഒരു അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്നു. ആഫ്റ്റർ മീറ്റിംഗ് ജസ്റ്റ് വൺസ്, ഒരിക്കൽ ഒരു തവണ അവർ കണ്ടു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, ഒരു വട്ടം പോയി കണ്ടു, അങ്ങനെ കല്യാണം ഉറപ്പിച്ചു, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ബ്രീഫ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ദിയർ ഫാമിലീസ്. അപ്പം അവർ ആദ്യമായിട്ട് കാണുന്നത് ഈ പറഞ്ഞ പെണ്ണ് കാണൽ ഒക്കെ നടക്കുന്നത് അല്ലേ, എന്താണ് അറേഞ്ച്ഡ് മാരേജ് നടക്കുമ്പോൾ ഫാമിലി ഒക്കെ കാണുമല്ലോ. അങ്ങനെ അവർ ഒരിക്കൽ പോയി കണ്ടു. അങ്ങനെ അത് പിന്നെ ഒരു അറേഞ്ച്ഡ് മാരേജിലേക്ക് പോയി. അങ്ങനെയാണ് ബബ്ലുവും ഗൗരി ആദ്യമായിട്ട് കാണുന്നത്. എന്നിട്ട് വൺ മോർണിംഗ് ബബ്ലൂസ് മദർ ആൻഡ് യങ്ങർ സിസ്റ്റർ ഷാലു വെർ ഡ്രിങ്കിങ് ടീ. അപ്പൊ അങ്ങനെ ഒരു ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞു. വൺ മോർണിംഗ് ബബ്ലൂസ് മദർ ആൻഡ് യങ്ങർ സിസ്റ്റർ ഷാലു വെർ ഡ്രിങ്കിങ് ടീ. ഒരു ദിവസം അവര് എന്താണ് മദറും സിസ്റ്ററും ഒക്കെ അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്, ബബ്ലു സൗണ്ടേഡ് ഔട്ട് ഓഫ് ദി ബാക്ക് പോർച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ ബബ്ലു ആ ഒരു സമയത്ത് ഭാര്യ അവിടെ ഇല്ല. അപ്പൊ ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്, ബബ്ലു എന്ത് ചെയ്തു? സൗണ്ടേഡ് ഔട്ട് ഓഫ് ദി ബാക്ക് പോർച്ച്. അപ്പൊ സൗണ്ടർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വാക്ക് ഇൻ എ റിലാക്സ് വേ. അപ്പൊ സമാധാനപരമായിട്ട് നടന്നു പോയി വൈഫ് എവിടെ എന്ന് നോക്കാൻ പോവാണ് നമ്മുടെ ബബ്ലു. ഓക്കെ, ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്, ബബ്ലു ഇങ്ങനെ പയ്യെ വാക്ക് ചെയ്ത് സൗണ്ടർ ചെയ്ത് പോയി. എവിടെ നിന്ന്? ഔട്ട് ടു ദി ബാക്ക് പോർച്ചിലേക്ക്, വീടിന്റെ പുറകുവശം ഉണ്ടല്ലോ, അവിടേക്ക് പോയി. He saw Gauri walking hurriedly towards the bathroom holding a rag in her hand. അപ്പൊ അന്നേരം നമ്മുടെ ബബ്ലു കാണുന്ന ഒരു സീൻ എന്താണ്? ബബ്ലു saw Gauri walking hurriedly towards the bathroom holding a rag in her hand. അപ്പൊ നമ്മുടെ ബബ്ലു കാണുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൗരി കയ്യിൽ ഒരു പീസ് ഓഫ് ക്ലോത്ത്, പഴയ ഒരു തുണി അല്ലെങ്കിൽ ഒരു കീറിയ തുണി, ഒരു സ്മോൾ പീസ് ഓഫ് ഓൾഡ് ടോൺ അല്ല ഉപേക്ഷിച്ച ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ വേറെ ധരിക്കാൻ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു പീസ് ഓഫ് ക്ലോത്ത് ആയിട്ട് ഇങ്ങനെ കയറി പോകുന്നു, ബാത്റൂമിലേക്ക് പോകുന്ന സീനാണ് കാണുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പം ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആ ഒരു സീനാണ് കാണുന്നത്. He came to know from her that women used rags instead of sanitary napkins. അപ്പോഴാണ് ബബ്ലു ഒരു കാര്യം തിരിച്ചറിയുന്നത്. എന്താണ്? അതായത് സ്ത്രീകൾ അവരുടെ നാട്ടിലൊക്കെ ഉള്ള അല്ലെ അവരുടെ വീട്ടിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ എന്താണ് സാനിറ്ററി നാപ്കിൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അല്ലെ, നമ്മൾ കാണാറുണ്ട് നമ്മുടെയൊക്കെ അല്ലെ
വീട്ടുകളിലൊക്കെ അമ്മമാരും ഒക്കെ സിസ്റ്റേഴ്സും ഒക്കെ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യും അല്ലെ, പീരിയഡ്സ് സമയം വരുമ്പോൾ അല്ലെ. പക്ഷെ ഇവിടെ എന്താണ് കാണുന്നത്, നമ്മുടെ ബബ്ലുവിന്റെ വില്ലേജിൽ അല്ലെങ്കിൽ ബബ്ലുവിന്റെ വീട്ടിൽ ഉൾപ്പെടെ എന്താണ് സാനിറ്ററി നാപ്കിൻസ് ഒന്നും ആരും യൂസ് ചെയ്യാറില്ല. അവർ പകരം എന്താ യൂസ് റാഗ്സ്. റാഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ, ഓൾഡ് തിൻ ക്ലോത്ത്സ്, ഓൾഡ് ക്ലോത്ത്സ് ആണ്, പഴയ തുണിയൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ ഇത്രയും? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യം, അപ്പൊ ഈ ഒരു കാര്യം എങ്ങനെയാണ് ബബ്ലു തിരിച്ചറിയുന്നത്? സ്വന്തം ഫാമിലിയിലെ വുമണിന്റെ കണ്ടീഷൻ കണ്ടിട്ടാണ് ഇത് ആദ്യമായിട്ട് ബബ്ലു തിരിച്ചറിയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാര് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. സാനിറ്ററി നാപ്കിൻസ് നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകൾ യൂസ് ചെയ്യാറില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ദാറ്റ് ഈവനിങ് ഓൺ ഹിസ് വേ ബാക്ക് ഫ്രം ദി വർക്ക്ഷോപ്പ്, ബബ്ലു ഡിസൈഡഡ് ടു സർപ്രൈസ് ഗൗരി വിത്ത് എ ഗിഫ്റ്റ്. He went to a small store. The storekeeper quickly wrapped the napkin pack in an old newspaper. അപ്പൊ എന്താണ്, ആ ഈവനിങ്ങിൽ നമ്മുടെ ബബ്ലു വർക്ക്ഷോപ്പിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഗൗരിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്ന് തീരുമാനിക്കുന്നു. എന്തായിരിക്കും ആ ഗിഫ്റ്റ്? എന്താണ് ആ ഗിഫ്റ്റ്? എന്താണ്? കേൾക്കുന്നുണ്ടോ? ഹലോ, എന്ത് ഗിഫ്റ്റ് ആയിരിക്കും അത്? ദ സ്റ്റോർ കീപ്പർ കൊടുത്ത ഗിഫ്റ്റ് എന്താണ്? പോയി കടയിൽ മേടിച്ച എന്താ? സ്മോൾ സ്റ്റോറിൽ നിന്ന് ഒരു സാനിറ്ററി നാപ്കിനാ മേടിച്ച കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം ഒരു സാനിറ്ററി നാപ്കിൻ ആണ് മേടിച്ചത്. ഭാര്യയ്ക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് ഓൾറെഡി രാവിലെ കണ്ടു എന്താണ് റാഗ്സ് അല്ലെങ്കിൽ ഓൾഡ് ക്ലോത്തും കാര്യങ്ങളും ഒക്കെ വെച്ചാണ് പാഡിന് പകരം അല്ലെ, പാഡിന് പകരം യൂസ് ചെയ്യുന്നത് എന്ന് കണ്ടു. അപ്പൊ അന്നാ എന്താണ് ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സാനിറ്ററി നാപ്കിൻ മേടിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ അത് തീരുമാനിച്ചു. ഹി വെന്റ് ടു എ സ്മോൾ സ്റ്റോർ. അങ്ങനെ അത് തീരുമാനിച്ചു അവൻ എവിടെ പോയി? നമ്മുടെ ബബ്ലു നേരെ ഒരു ചെറിയ കടയിൽ പോയി. അവിടുന്ന് മേടിച്ചു എന്ത്? സാനിറ്ററി നാപ്കിൻ മേടിച്ചു. ദ സ്റ്റോർ കീപ്പർ ക്വിക്ലി റാപ്ഡ് ദി നാപ്കിൻ പാക്ക് ഇൻ ആൻ ഓൾഡ് ന്യൂസ് പേപ്പർ. ഒരു ഓൾഡ് ന്യൂസ് പേപ്പർ എടുത്ത് സാനിറ്ററി നാപ്കിൻ ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്നു. ബബ്ലു വാസ് സ്റ്റാർട്ടിൽഡ് അറ്റ് ദി എക്സോർബിറ്റന്റ് പ്രൈസ് ബട്ട് ബ്യൂട്ടിഫുള്ളി പെയ്ഡ് ഹിം 40 rupees. അപ്പൊ അന്നേരമാണ് നമ്മുടെ ബബ്ലു ഒരു കാര്യം തിരിച്ചറിയുന്നത്. എന്താണ്? ബബ്ലു വാസ് സ്റ്റാർട്ടിൽഡ് അറ്റ് ദി എക്സോർബിറ്റന്റ് പ്രൈസ്. ബബ്ലു ഷോക്കായി പോയി, അല്ലെങ്കിൽ എന്താണ് സർപ്രൈസ്ഡ് ആയി പോയി. എന്ത് കണ്ടിട്ട്? ഈ പറയുന്ന സാനിറ്ററി നാപ്കിന്റെ എക്സോർബിറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഹൈ പ്രൈസ് കണ്ട് നമ്മുടെ ബബ്ലു ഞെട്ടിപ്പോയി. പക്ഷെ എന്ത് ചെയ്തു? ബട്ട് ബ്യൂട്ടിഫുള്ളി പെയ്ഡ് ഹിം 40 rupees. പക്ഷെ 40 രൂപ കൊടുത്തല്ലേ പറ്റൂ, സാധനം മേടിക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ. അപ്പം ഉത്തരവാദിത്തമുള്ളൊരു എന്താണ് കൺസ്യൂമർ എന്ന നിലയിൽ പുള്ളി പൈസയൊക്കെ കൊടുത്തു. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ 40 രൂപയായി എന്ന് ബബ്ലു അന്നേരമാണ് തിരിച്ചറിയുന്നത്. സാനിറ്ററി നാപ്കിന് 40 രൂപയാണ്, വെറുതെ അല്ല, ഫാമിലിയിൽ ആരും മേടിക്കാതെന്നുള്ളൊരു തിരിച്ചറിവ് കൂടി വരുന്ന സമയമാണ്. കാര്യം ബബ്ലു എന്നല്ലാതെ സാനിറ്ററി നാപ്കിൻ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പൊ ബബ്ലു ഇത്ര നാള് ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടും ഇല്ല. ആ ഒരു സിറ്റുവേഷനാണ്. വീട്ടിലെ വുമൺ ആണല്ലോ ഇത് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇത് മേടിച്ചപ്പോഴാണ്, നമ്മുടെ ഗൗരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചപ്പോഴാണ് ഇതിന്റെ പ്രൈസ് ഭയങ്കര ഹൈ ആണല്ലോ എന്ന് ആദ്യമായിട്ട് നമ്മുടെ ബബ്ലു തിരിച്ചറിയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു ബബ്ലു? ഹി അൺറാപ്ഡ് ദി പാക്കറ്റ് ആൻഡ് എക്സാമിൻഡ് ദി പാഡ്. അപ്പൊ ബബ്ലു വന്നിട്ട് ആ പേപ്പറൊക്കെ മാറ്റി, പൊതിഞ്ഞു കൊടുത്ത പേപ്പർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ പറഞ്ഞ പാക്കറ്റ് ഒന്ന് എക്സാമിൻ ചെയ്തു. അൺറാപ്ഡ് പാക്കറ്റ് ഒക്കെ പൊളിച്ചിട്ട് ഈ പാഡ് ഒന്ന് എക്സാമിൻ ചെയ്തു. ഇറ്റ് സീംഡ് ടു ബി ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ റാപ്ഡ് ഇൻ എ ഗേജ്. അപ്പൊ എന്താ, അത് നോക്കി കഴിഞ്ഞപ്പോ അത് ആ പാഡ് ഇൻസ്പെക്ട് ചെയ്ത് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റും ഇറ്റ് സീം ടു ബി ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ റാപ്ഡ് ഇൻ എ ഗേജ്. അപ്പൊ എന്താണ്, തിൻ ക്ലോത്തിൽ തുണിയിൽ പൊതിഞ്ഞ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എന്താണ് പ്ലെയിൻ കോട്ടൺ അങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തോ ഒരു ഇതുപോലെയാണ് ആർക്ക് തോന്നിയത്? നമ്മുടെ ബബ്ലുവിന് തോന്നിയത്.
ഒരു ക്ലോത്ത് ഷീറ്റിന്റെ അണ്ടറിൽ അകത്ത് കോട്ടൺ ഒക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു സംഭവമാണല്ലോ ഇത് എന്നുള്ളൊരു തോട്ടാണ് ആദ്യം ആർക്ക് വന്നത്? നമ്മുടെ ബബ്ലുവിന്റെ മനസ്സിൽ വന്നത്. എന്നിട്ട് ഇതെന്ത് ചെയ്തു? ഹി പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹിസ് പാം, കൈപ്പത്തിയിൽ വെച്ച് നോക്കി. ട്രൈങ് ടു കാൽക്കുലേറ്റ് ദി അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദി പാഡ്. ആ കയ്യിൽ വെച്ചിട്ട് ഇതിന്റെ വെയിറ്റ് ഒക്കെ ഇങ്ങനെ അളന്ന് നോക്കി. അപ്പൊ എന്താണ്? 10 grams വരുമായിരിക്കും, ഒരു 10 gram ഒക്കെ വരുമായിരിക്കും എന്നിങ്ങനെ അളന്ന് നോക്കി, ഊഹിച്ചെടുത്തു. ഹി സെഡ് ടു ഹിംസെൽഫ്, ഒരു 10 gram ഒക്കെ ഉണ്ടായിരിക്കും എന്നിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് having seen his father working with cotton yarn, he knew that 10 grams of cotton would barely cost 10 paise. അപ്പൊ നമ്മുടെ ബബ്ലുവിന്റെ ഫാദർ കോട്ടൺ യാൺ ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന വീവർ ആയിരിക്കണം, അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ആയതുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ കോട്ടൺ യാൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടന്റെ നൂലാക്കുന്നതിനൊക്കെ ഉള്ള ഒരു ഫോം ഉണ്ടല്ലോ, പഞ്ഞി കെട്ടായിട്ടിരിക്കത്തില്ലേ. അപ്പം ആ ഒരു കോട്ടൺ യാണിൽ നിന്നാണല്ലോ ഇതെടുക്കുന്നത്, ത്രെഡ് ഉണ്ടാക്കി എടുക്കുന്നത് കോട്ടന്റെ. അപ്പം എന്തായാലും കോട്ടൺ യാൺ, ഹാവിങ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് ദി കോട്ടൺ യാൺ, കോട്ടൺ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ടെക്സ്റ്റൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, വീവിങ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ബബ്ലുവിന്റെ ഫാദർ. ഹി ന്യൂ ദാറ്റ് 10 grams ഓഫ് കോട്ടൺ വുഡ് ബെയർലി കോസ്റ്റ് 10 paise. അപ്പൊ എന്താണ് നമ്മുടെ ബബ്ലുവിന് അതുകൊണ്ട് അറിയാം ഈ കോട്ടന്റെ ഒക്കെ പ്രൈസും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പൊ ബബ്ലു ആ ഒരു ടൈമിൽ നോക്കിയിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ മനസ്സിൽ തന്നെ പറയുകയാണ്, എന്താണ് ഇതിന് വലിയ പൈസ ആവത്തില്ലോ, ഇത്രയും ഇപ്പൊ അല്ലെ 10 gram ഓഫ് കോട്ടൺ, അപ്പൊ ഇതിനൊരു 10 പൈസയോളമേ ആവത്തുള്ളല്ലോ. അപ്പൊ ഇതിന് എത്ര രൂപയായി? എത്ര രൂപയായെന്നാ പറഞ്ഞത്? 40 രൂപ അല്ലേ? 40 രൂപയായി. സാനിറ്ററി നാപ്കിൻ മേടിച്ചപ്പോ പെയ്ഡ് ഹിം 40 rupees അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ബബ്ലുവിന്റെ ഫാദർ കോട്ടൺ യാൺ കോട്ടന്റെ നൂല് തന്നെ ഓർത്തോ കേട്ടോ, കോട്ടൺ നൂലെന്ന് തന്നെ ഓർത്തോ. അപ്പൊ കോട്ടൺ യാൺ വെച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കോട്ടന്റെ വിലയൊക്കെ നമ്മുടെ ബബ്ലുവിന് എന്തായാലും അറിയാം. അപ്പൊ അത്രയും വില എന്തായാലും ആവത്തില്ല, ഇത് പഞ്ഞിയാണെങ്കിൽ 10 പൈസ വല്ല ആവത്തുള്ളൂ. അപ്പൊ ഓർക്കുകയും ചെയ്യാണ് ഇത് എന്ത് ഹൈ പ്രൈസ് ആണെന്ന് ബബ്ലു ഓർക്കുന്നു. ആൻഡ് ബാക്ക് ഹോം, ബട്ട് ഹിയർ ഹി വാസ് പേയിങ് 40 rupees ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്സ്. പക്ഷെ ഇവിടെ ഓരോ പാഡിനും അല്ലെ 4 rupees, ഹി വാസ് പേയിങ് 4 rupees ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്സ്. അപ്പൊ ഓരോ പാഡിനും, അപ്പൊ അങ്ങനെ 10 പാഡ് 40 രൂപ, ഒരു പാഡിന് 4 രൂപ വെച്ച് കൊടുക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ ബബ്ലു ഇങ്ങനെ ചിന്തിക്കുകയാണ്. ബാക്ക് ഹോം ബബ്ലു സീക്രട്ട്ലി ഹാൻഡഡ് ഓവർ ദ പാക്ക് ടു ഗൗരി. അങ്ങനെ തിരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ബബ്ലു എന്ത് ചെയ്തു? ഈ പറയുന്ന നമ്മുടെ പാഡ് ആർക്ക് കൊടുത്തു? ഗൗരിക്ക് സീക്രട്ട് ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. അപ്പൊ സീക്രട്ട് ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. കാര്യം സൊസൈറ്റിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പീരിയഡ്സ് കാര്യങ്ങളൊക്കെ ഒരു ടാബു ആയിട്ട്, അല്ലെങ്കിൽ എന്തോ നെഗറ്റീവ് ആയിട്ട് ഒക്കെ കാണുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം അതിന്റെ ഒരു ചെറിയൊരു ഇത് കാണിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പൊ പണ്ടത്തെ റൈറ്റിംഗ് ആണ്, അതിന്റെ കൂടെയാണ്. ഇപ്പൊ ഇതൊക്കെ നോർമലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ അതൊന്നും വലിയ കാര്യമല്ല അല്ലേ. അപ്പൊ പീരിയഡ്സ് എല്ലാവർക്കും വരുന്ന, ലേഡീസിനെല്ലാം വരുന്ന കാര്യമാണ്. അപ്പോ എനിവേ, അപ്പൊ ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. അപ്പൊ അങ്ങനെ, പക്ഷെ നമ്മുടെ ബബ്ലു ഇത് കൊടുക്കാൻ കാര്യം എന്താണ്? ഭാര്യയോട് സ്നേഹമുണ്ട് അല്ലേ. അപ്പോ പാഡ് അല്ല യൂസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ ബബ്ലു കൊണ്ട് കൊടുക്കാൻ കാര്യം, ബബ്ലു വർക്ക് ചെയ്യുന്നുണ്ട്, പൈസ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പൊ ബബ്ലു ആദ്യമായിട്ടുമാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ ബബ്ലുവിന്റെ പ്രതീക്ഷ എന്താണ്? ഓക്കെ, ഗൗരി ഹാപ്പി ആകും എന്നൊക്കെ ഓർത്തായിരിക്കും ഇത് കൊണ്ട് കൊടുത്തത് അല്ലേ. പക്ഷെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. ഗൗരി അത്ര ഹാപ്പി ആയിരുന്നില്ല അതുകൊണ്ട് കൊടുത്തപ്പോ. എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? എന്തായിരിക്കും? ആരുമില്ല ഇവിടെ? കേൾക്കുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ. എന്തുകൊണ്ടായിരിക്കും ഗൗരിക്ക് ഹാപ്പി ഗൗരി വില കൊണ്ടാണ്. വില കൊണ്ട് തന്നെ ആണെന്ന് പറയാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കും? ഭർത്താവ് അല്ലെ ഭാര്യക്ക് ക്ലോത്ത് ആണ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് പാഡ് കൊണ്ട് മേടിച്ചോണ്ട് കൊടുത്തു അല്ലെ. ക്ലോത്ത് യൂസ് ചെയ്യേണ്ട, പാഡ് യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതി കൊണ്ട് കൊടുത്തു. അപ്പൊ ബബ്ലു എന്ന് പറയുന്ന ഭർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? ഭാര്യ ഭയങ്കര ഹാപ്പി ആകും എന്നാണ്. പക്ഷെ നേരെ മറിച്ച് ഭാര്യ അത്ര സന്തുഷ്ടയല്ല ഇതില്. ആർക്കെങ്കിലും വേറെ പറയാനുണ്ടോ? ഇല്ല? കാര്യം പറയട്ടെ എന്നാ. ഓക്കെ, സംഭവം വേറൊന്നും അല്ല. പ്രൈസ് അവൻ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ആണ്. If Shalu and I started buying these packets every month, then let alone curd and ghee, we will not even have enough money to buy milk. കണ്ടല്ലേ? അപ്പം ഗൗരി പറയുന്നത് എന്താണ്? ഷാലു ആരാ? സിസ്റ്ററാ അല്ലെ? ഷാലുവും ഞാനും ഒക്കെ ഇഫ് ഐ ആൻഡ് ഷാലു സ്റ്റാർട്ട് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവറി മന്ത്, എല്ലാ മാസവും ഞാൻ ഇങ്ങനെ ഈ സാനിറ്ററി പാഡ് മേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ then let alone curd and ghee, അങ്ങനെയാണെങ്കിൽ കേടിന്റെയും ഗീയുടെയും കാര്യമൊക്കെ മാറ്റി വെച്ചേക്കൂ. വി വിൽ നോട്ട് ഈവൻ ഹാവ് ഇനഫ് മണി ടു ബൈ മിൽക്ക്, നമുക്ക് പാല് പോലും മേടിക്കാനുള്ള പൈസ ഉണ്ടാവത്തില്ല, കാണത്തില്ല എന്നുള്ള രീതിയിൽ പറയുക. അപ്പൊ നമ്മൾ ഓർക്കും ഈ 40 രൂപയല്ലേ ഉള്ളൂ, അത് വലിയ പൈസയാണോ എന്ന് ഓർക്കും. അപ്പൊ ഇത് പണ്ട് എപ്പോഴോ എഴുതിയ കഥയാണ്. അതിൻ്റെ അകത്ത് 40 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരിക്കും. പിന്നെ ഇവര് ഒരു റൂറൽ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരല്ലേ അല്ലേ, വില്ലേജ് ഏരിയയിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാരായിരിക്കും. മനസ്സിലായല്ലേ? അപ്പൊ അവർക്ക് അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. പിന്നെ പണ്ടത്തെ കാലവും ആയിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ കാലം വെച്ച് കമ്പയർ ചെയ്ത് നോക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ കേരളത്തിന്റെ സാഹചര്യം വെച്ച് കമ്പയർ ചെയ്തു നോക്കരുത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എന്താണ് ഷാലു പറഞ്ഞത്? ഇതാണ് ഷാലു അല്ല ഗൗരി പറഞ്ഞത് ഇതാണ്. ഷാലുവും ഞാനും ഒക്കെ ഇതേപോലെ എല്ലാ മാസവും ഈ പറഞ്ഞ പീരിയഡ്സ് വരുമ്പോ പാഡ് മേടിക്കാൻ പോയി കഴിഞ്ഞാല് അല്ലെ, വീട്ടില് പാല് ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. തൈരിന്റെയും നെയ്യുടെ ഒക്കെ കാര്യം വിട്, അതൊക്കെ എന്നും ഇല്ലെങ്കിൽ പോലും എന്നും പാല് പോലും മേടിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് സാഹചര്യം പോവും എന്നുള്ള രീതിയിൽ പറയുന്നു. ബബ്ലു ലുക്ക്ഡ് അറ്റ് ഹർ ഡിജക്റ്റഡ്ലി. അപ്പൊ ഡിജക്റ്റഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡ്ലി, സങ്കടത്തോടു കൂടി. ആ ഒരു കാര്യം പറഞ്ഞതിലും സത്യം ഉണ്ടല്ലോ. അപ്പോ ഓൾറെഡി ബബ്ലു പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഇത് പറയുമ്പോൾ, ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ ഹാപ്പി ആയിരിക്കും ഗൗരി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല നടന്നത് എന്നുള്ളൊരു കാര്യവും നമ്മുടെ ബബ്ലുവിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പം പറയുന്നതിൽ കാര്യവും ഉണ്ട്. ബട്ട് അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ബബ്ലു പ്രതീക്ഷിച്ച രീതിയിലല്ല, ബബ്ലുവിന് ചെറിയ രീതിയിൽ സങ്കടമായിട്ടുണ്ട്. ബട്ട് ഹീ ദെൻ ഡിറ്റർമൈൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങണം എന്നൊരു മൈൻഡ് നമ്മുടെ ബബ്ലുവിന് ഉണ്ടാവുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണം എന്നൊരു തോട്ട് പ്രോസസ്സിലേക്ക് ബബ്ലു പോകുന്നത് ഇവിടെ നിന്നാണ്. ഹി പുൾഡ് ഔട്ട് എ പെയർ ഓഫ് സിസേഴ്സ്. എന്ത് ചെയ്തു? നമ്മുടെ ബബ്ലു ഒരു പെയർ ഓഫ് സിസേഴ്സ് എടുത്തു. എ നീഡിൽ ആൻഡ് സം ത്രെഡ്, കോട്ടൺ ആൻഡ് ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്. അങ്ങനെ നമ്മുടെ ബബ്ലു എന്ത് ചെയ്തു? കുറച്ച് ത്രെഡ് എടുത്തു, നൂലും കോട്ടനും. അപ്പൊ കോട്ടൺ എടുത്തു. അതേപോലെ തന്നെ എന്താണ്, ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്, ബാഗിൽ നിന്നൊരു ക്ലോത്ത് എടുത്തു. അപ്പോ കോട്ടന്റെ പഞ്ഞിയും കാര്യങ്ങളും ഒക്കെ എടുത്തു. അതേപോലെ തന്നെ എന്താണ്, ക്ലോത്ത് എടുത്തു, നൂലെടുത്തു. ഇതെല്ലാം എടുത്ത് ഒരു സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാനുള്ള പ്ലാനിലേക്ക് പുള്ളി പോവുകയാണ് കേട്ടോ. ഹി ബിഗാൻ ഫ്ലാറ്റനിങ് ദ കോട്ടൺ ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. അങ്ങനെ കോട്ടൺ കയ്യിൽ വെച്ച് ഇങ്ങനെ അമർത്തി അമർത്തി പരത്തി ഇങ്ങനെ ഒരു പ്ലെയിൻ ലെവലിലേക്ക് എത്തിക്കുന്നു. പാഡിന്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനെ കൊണ്ടുള്ള പ്ലാനാണ് പുള്ളി. ദ കോട്ടൺ ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് ആസ് ഇഫ് ഹി വെയർ സ്പ്രെഡിങ് ഔട്ട് ഡൗ ടു മേക്ക് എ ചപ്പാത്തി. ആ ചപ്പാത്തിയുടെ അല്ലെ, ചപ്പാത്തി പരത്തുന്ന പോലെ ഈ പറഞ്ഞ കോട്ടനൊക്കെ എടുത്ത് പരത്തി പാഡ് ഉണ്ടാക്കാനുള്ള ഒരു തോട്ട് പ്രോസസ് പുള്ളി, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിൽ പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. വിതിൻ 24 hours ഓഫ് ഫസ്റ്റ് ടച്ചിങ് എ സാനിറ്ററി നാപ്കിൻ അല്ലെ, ഈ പറഞ്ഞ ആദ്യമായിട്ടൊരു സാനിറ്ററി നാപ്കിൻ വാങ്ങി അല്ലെ, അത് ആദ്യമായിട്ട് സ്പർശിച്ച ദിവസമാണ് പുള്ളി അത് അല്ലെ, പുള്ളി ആദ്യമായിട്ടാണ് അത് വാങ്ങുന്നത്. അങ്ങനെ അത് വാങ്ങിയ ഒരു 24 മണിക്കൂർ ആവുന്ന സമയത്തിനുള്ളിൽ തന്നെ
വിതിൻ 24 hours പുള്ളി 24 മണിക്കൂറിനുള്ളിൽ തന്നെ പുള്ളി തീരുമാനിക്കുവാണ് എന്താണ് എല്ലാവർക്കും ഈ സാനിറ്ററി നാപ്കിൻ മേടിക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തല്ലേ പറ്റൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് പോവാണ്. ബബ്ലു ഹാഡ് മാനേജ് ടു മേക്ക് ഹിസ് ഓൺ സാനിറ്ററി നാപ്കിൻ. അപ്പൊ ബബ്ലുവിന്റെ മൈൻഡിൽ ഇപ്പോൾ എന്താണ്, ബബ്ലു സ്വന്തമായിട്ടൊരു സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പോവുകയാണ്. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എ യൂസ്ഫുൾ one. He was not able to make a useful one as he could not make out the material used by the brands. പക്ഷെ എന്താണ്, നമ്മുടെ ബബ്ലു എന്താണ് ഒരു വലിയ ബ്രാൻഡ് ലെവലിലുള്ള സംഭവം, ബ്രാൻഡ് ലെവലിൽ സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ പോലെ ഒന്നും സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാൻ നമ്മുടെ ബബ്ലുവിന് പറ്റില്ല. കാര്യം എന്താ, അതിനുള്ള എക്സ്പെർട്ടൈസ് ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള അത്രയും വലിയ അറിവും കാര്യങ്ങളും ഒന്നും നമ്മുടെ ബബ്ലുവിന് ഇല്ലല്ലോ. അവര് അല്ലേ വലിയ വലിയ ബ്രാൻഡുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ, പരസ്യം കാണാറുണ്ട്, സ്റ്റേ ഫ്രീ സെക്യൂർ എന്തൊക്കെ പറഞ്ഞിട്ട്, വേറെ വിസ്പർ അല്ലെ, വിസ്പർ ചോയ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്യം കാണാറുള്ളതാണല്ലോ. അപ്പൊ ഇതൊക്കെ വലിയ വലിയ കമ്പനികളല്ലേ. അപ്പൊ ഇവരൊക്കെ ഇതെല്ലാം കുറെ നാളത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പഠനങ്ങളെല്ലാം നടത്തിയെടുത്തിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ അല്ലേ അതെ അതെ. അപ്പൊ നമ്മുടെ ബബ്ലു ഒരു വില്ലേജിൽ കിടക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അല്ലേ. പുള്ളി സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി സാനിറ്ററി നാപ്കിൻ മേടിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിന് ഇത്രയും വിലയാണ്. എന്നാൽ സ്വന്തമായിട്ട് ഇതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കുമല്ലോ എന്ന് ആലോചിക്കുന്നു. അപ്പൊ പുള്ളിക്ക് എന്താ, ഈ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് അതിനുള്ള അത്രയും വലിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തിരുന്ന് ചെയ്യാനുള്ള അത്രയും കാര്യങ്ങൾ ഈ ഒരു സമയം തുടങ്ങുമ്പോൾ ഇല്ലല്ലോ. പുള്ളിക്കില്ല. പുള്ളിക്ക് ആകെപ്പാടെ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ഒരു നിശ്ചയദാർഢ്യം ഉണ്ട്, ഇത് ചെയ്തെടുക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് പുള്ളിക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പൊ he could not make out the material used by the brands. ഈ ബ്രാൻഡുകൾ, വലിയ വലിയ ബ്രാൻഡുകൾ എന്ത് മെറ്റീരിയൽ, എന്ത് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ പറയുന്ന സാനിറ്ററി നാപ്കിനുകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ ബബ്ലുവിന് അറിയത്തില്ല. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് തന്നെ നിന്നു. Months passed and Bablu procured different qualities of cotton and other materials to make pads. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നു. ബബ്ലു പലതരത്തിലുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നു, പ്രൊക്യൂർ ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, ഡിഫറെന്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് അതർ മെറ്റീരിയൽസ്, പലതരത്തിലുള്ള പലതരത്തിലുള്ള കോട്ടൺ ശേഖരിക്കുന്നു. പറഞ്ഞ കോട്ടൺ പലതരത്തിൽ, പല ക്വാളിറ്റിയിലുള്ള കോട്ടൺ, പല വെറൈറ്റി ഓഫ് ക്വാളിറ്റിയിലുള്ള കോട്ടൺ കാണുമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ പല വെറൈറ്റിയിലുള്ള കോട്ടൺ മേടിക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, ബാക്കി മെറ്റീരിയലുകൾ മേടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ, ഈ പാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഡിഫറൻസ് വരുമോ എന്നൊക്കെ അറിയണമല്ലോ. ഓരോ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ മേടിച്ച് നോക്കുന്നു. He continued his experiments, knowing that most women used unclean rags instead of sanitary napkins, as they could not afford them. അപ്പൊ പുള്ളിക്കാരൻ ബബ്ലു എന്ത് ചെയ്യാ, ഈ എക്സ്പെരിമെന്റ്സ് എല്ലാം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാര്യം എന്താ, പുള്ളിക്കറിയാം പുള്ളിയുടെ നാട്ടിലെ സ്ത്രീകൾ അൺക്ലീൻഡ് ആയിട്ടുള്ള, അങ്ങനെ വലിയ വൃത്തിയില്ലാത്ത തരത്തിലുള്ള അല്ലെ കീറിയ തുണികളും കാര്യങ്ങളും, റാഗ്സും, ആ റാഗ്സ് ക്ലോത്ത്സ്, ടോൺ ക്ലോത്ത്സ്, ഡിസ്കാർഡ് ആയിട്ടുള്ള, ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ യൂസ് ചെയ്യാത്ത ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ, ധരിക്കാൻ യൂസ് ചെയ്യാത്ത പഴകിപ്പോയ ക്ലോത്ത്സും കാര്യങ്ങളും, അങ്ങനത്തെ പീസ് ഓഫ് ക്ലോത്തും വെച്ചിട്ടൊക്കെയാണ് സാനിറ്ററി നാപ്കിന് പകരം അതാണ് യൂസ് ചെയ്യുന്ന പീരിയഡ്സ് വരുമ്പോൾ എന്ന് മനസ്സിലാക്കുകയാണ് ബബ്ലു. അപ്പോൾ അതിന് മെയിൻ കാരണം എന്താണ്, ആസ് ദേ കുഡ് നോട്ട് അഫോർഡ് ദം. കാര്യം സാനിറ്ററി നാപ്കിൻസ് വാങ്ങാനുള്ള താങ്ങ് അവർക്കില്ല, പൈസ വേണമല്ലോ അതിനുള്ള ത്രാണി അവർക്കില്ല അവരുടെ നാട്ടിലെ സ്ത്രീകൾക്ക് എന്ന് മനസ്സിലാക്കുന്നു. കാര്യം ഇതിന് അത്രയും വിലയാണ്. അപ്പൊ ഹി ഓൾസോ ന്യൂ ദാറ്റ് ദിസ് മെയ്ഡ് ദം പ്രോൺ ടു ഡിസീസസ്. അതിന്റെ കൂടെ തന്നെ ബബ്ലു കുറച്ച് വിവേകമുള്ള വ്യക്തിയായതുകൊണ്ട് പുള്ളിക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു കാരണത്താൽ തന്നെ പല സ്ത്രീകൾക്കും പലതരത്തിലുള്ള ഡിസീസസും വരുന്നുണ്ട് എന്നുള്ള കാര്യം. അതായത് ഡിസീസസ് വരാൻ സാധ്യതയുണ്ട്, അവർ പ്രോൺ ടു ഡിസീസസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. നോ വൺ എൽസ് അപ്പിയർഡ് ടു ബി ബോതേർഡ് ബൈ ദിസ്. പക്ഷെ ആരും, നോ വൺ എൽസ് അപ്പിയർഡ് ടു ബി ബോതേർഡ് ബൈ ദിസ്. പക്ഷെ മറ്റാർക്കും, നാട്ടിലുള്ള വേറെ ആർക്കും തന്നെ ഇതൊന്നും വലിയൊരു കാര്യമല്ല, ഇതിനെപ്പറ്റി ഒന്നും ആർക്കും ഒരു കൂസലും ഇല്ല. ഓക്കെ, ഇതിനെപ്പറ്റി ആരും ബോതേർഡ് അല്ല, ഇതിനെപ്പറ്റി ആരും സംസാരിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ബാക്കി ആരുടെയും ആരെയും അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല.
He looked at the little girls running around the neighborhood. They couldn't even buy a good pair of slippers. How could they even afford to buy sanitary pads month after month? അപ്പോൾ അന്നേരം നമ്മുടെ ബബ്ലു അവിടെ കൂടി ഓടിച്ചാടി കളിച്ച് നടക്കുന്ന അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ നോക്കുകയാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദി ലിറ്റിൽ ഗേൾ റണ്ണിങ് അറൌണ്ട് ദി നെയ്ബർഹുഡ്. അപ്പുറത്തെ വീട്ടിൽ ഓടി കളിച്ച് നടക്കുന്ന ലിറ്റിൽ ഗേളിനെ നോക്കുന്നു, കുട്ടിയെ നോക്കുന്നു, ചെറിയ പെൺകുട്ടിയെ നോക്കുന്നു. അപ്പോൾ ദേ കുഡന്റ് ഈവൻ ബൈ എ ഗുഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. ആ കുട്ടികൾക്ക് എന്താണ് ഒരു നല്ല പേര് ചപ്പൽ പോലും മേടിക്കാൻ, സ്ലിപ്പേഴ്സ് പോലും മേടിക്കാനുള്ള ത്രാണി ഇല്ല അവരുടെ ഫാമിലിക്കൊക്കെ. അപ്പൊ ഹൗ കുഡ് ദേ ഈവൻ അല്ലെ എവർ അഫോർഡ് ടു ബൈ സാനിറ്ററി പാഡ്സ്? അപ്പൊ എങ്ങനെയാണ് ഏത് കാലത്ത്, അപ്പൊ ഈ കാലത്തൊക്കെ അവർക്ക് അല്ലെ എങ്ങനെയാണ് ഒരു സാനിറ്ററി നാപ്കിൻ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നത്? അതും മന്ത് ആഫ്റ്റർ മന്ത്, എല്ലാ മാസവും മാറി മാറി യൂസ് ചെയ്യണ്ടേ അല്ലെ? അപ്പൊ എല്ലാ മാസവും ഇതിങ്ങനെ മേടിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അവർക്ക് കുറെ മാസങ്ങൾ ഇടാൻ പറ്റുന്ന ഒരു സ്ലിപ്പർ പോലും അവർക്ക് മേടിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അവരെങ്ങനെ മാസാമാസമായി ഇത്രയും പൈസ കൊടുത്ത് എങ്ങനെ സാനിറ്ററി നാപ്കിൻ മേടിക്കും എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് നമ്മുടെ ബബ്ലുവിന്റെ മനസ്സിൽ ഇങ്ങനെ വരിക. However, his experiments and his obsession caused some unrest even in the family. അപ്പൊ അങ്ങനെ ബബ്ലു ഇതിന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം നടത്തുകയാണ് അല്ലെ. പക്ഷെ ഇതെന്താണ്, ഹിസ് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഹിസ് ഒബ്സെഷൻ കോസ്റ്റ് സം അൺറസ്റ്റ് ഈവൻ ഇൻ ഹിസ് ഫാമിലി. പക്ഷെ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ബബ്ലുവിന്റെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും എല്ലാം എങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ എന്താ, ഇത് സ്വന്തം വീട്ടിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. കാര്യം എന്താ, ഒന്ന് ബബ്ലു ഇതെല്ലാം വിട്ടെറിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറന്ന് ഈ ഒരു അല്ലെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഭയങ്കര ഒബ്സഷൻ ആയി പോകും നമുക്ക്. അതായത് ഇത് തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ലേ. അപ്പൊ ആ ഒരൊറ്റ ചിന്തയിലാണ് ബബ്ലു ഇപ്പൊ വീട്ടിലാണേലും എല്ലാം ഈ ഒരൊറ്റ ചിന്തയാണ്, ഇത് ശരിയാക്കി എടുക്കണം, ഇതിന് പരിഹാരം കണ്ടുപിടിക്കണം എന്നുള്ള ഫുൾ ഒബ്സഷനിലാണ്. അങ്ങനെ ആ ഒരു അഭിനിവേശമാണ് പുള്ളിക്ക് മെയിൻലി ഉള്ളത്. ഇത് നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. അപ്പം his mother beseeched him to stop the experiment by saying that the whole family would be disgraced by his sordid interest in women's menstrual cycle. അപ്പൊ എന്താണ്, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഇരുന്ന് ഉറങ്ങി പോകരുതേ, ശ്രദ്ധിച്ചോണേ. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ബബ്ലു എന്താണ്, ബബ്ലു ഈ പറയുന്ന ഈ ഒരു കാര്യം ചെയ്യുന്നത് അല്ലെ, ആ നാട്ടിൽ വേറെ ആരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല, ആർക്കും ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റും ഇല്ല. കാര്യം എന്താണ്, ഈ മെൻസ്ട്രൽ സൈക്കിള് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളുടെ കാര്യമാണ്. ഇതിൽ ആണുങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കയറി ഇടപെടാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു പഴഞ്ചൻ ചിന്താഗതിയുള്ള ആൾക്കാരാണ് അവിടെ ഫുള്ള്. അപ്പോ സ്ത്രീകളുടെ കാര്യം സ്ത്രീകൾ നോക്കിക്കോളും എന്നുള്ളൊരു തോട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്താ, അപ്പൊ ഇങ്ങനെ ഒരു പുരുഷൻ ഈ ഒരു കാര്യം വന്ന് ചെയ്യുമ്പോൾ എന്താണേലും ആൾക്കാർക്കൊരു ഇതുണ്ടാവും അല്ലെ. ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കും, ഇവന് വേറെ പണിയില്ലേ അല്ലെ, ഇവന് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, നാണക്കേട് എന്നൊക്കെയുള്ള രീതിയിൽ പല ആൾക്കാർ പല കാര്യങ്ങളും പറയുമല്ലോ അല്ലെ. അപ്പൊ പറയുമ്പോ എന്താണ്, അത് നമ്മുടെ ബബ്ലുവിന്റെ ഫാമിലി ഉൾപ്പെടെ എന്താണ് പറയാൻ തുടങ്ങി ഒരു സ്റ്റേജ് ആയപ്പോ. ഹിസ് മദർ ബിസീച്ച്ഡ് ഹിം ടു സ്റ്റോപ്പ് ദി എക്സ്പെരിമെന്റ്സ്. അങ്ങനെ നമ്മുടെ ബബ്ലുവിന്റെ മദർ വരെ റിക്വസ്റ്റ് ചെയ്തു. ബിസീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുക, ടു റിക്വസ്റ്റ് അല്ലെങ്കിൽ അപേക്ഷിക്കുക. എന്തോ, ബബ്ലുവിനോട് അപേക്ഷിച്ചു, നീ ഈ എക്സ്പെരിമെന്റുകളൊക്കെ ഒന്ന് നിർത്തി വെക്ക്, ഒന്ന് നിർത്ത് എന്നുള്ള രീതിയിൽ പറയുന്നു. ടു സ്റ്റോപ്പ് ദി എക്സ്പെരിമെന്റ്, സേയിങ് ദാറ്റ് ദ ഹോൾ ഫാമിലി വുഡ് ബി ഡിസ്ഗ്രേസ്ഡ് ബൈ ഹിസ് സോർഡിഡ് ഇൻട്രസ്റ്റ്. കാര്യം ഫുൾ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് മൊത്തം ഇത് മാനക്കേട് ഉണ്ടാക്കും, ഹോൾ ഫാമിലിക്ക് ഇത് മാനക്കേടാണ്. എന്ത്, ബൈ ഹിസ് സോർഡിഡ് ഇൻട്രസ്റ്റ്. സോർഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്ലസന്റ് അല്ലെങ്കിൽ ഷെയിംഫുൾ, നാണക്കേട് വരുത്തി വെക്കുന്ന തരത്തിലുള്ള നിന്റെ ഇൻട്രസ്റ്റ്, നിന്റെ ഈ ഒരു ഇൻട്രസ്റ്റ് നമുക്കെല്ലാം നാണക്കേട് വരുത്തി വെക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഒരു സാനിറ്ററി പാഡ് നിങ്ങൾക്ക് ഉണ്ടാക്കണം. സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്താണ് പല കാര്യങ്ങളും നീ ചെയ്യുന്നു അല്ലെ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഫാമിലിക്ക് ഭയങ്കര നാണക്കേട് വരുത്തി വെക്കുന്നു എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്, നമ്മുടെ ബബ്ലുവിന്റെ മദർ ഉൾപ്പെടെ പറയുന്നത്. കാര്യം ആ ഒരു സൊസൈറ്റി, ആ ഒരു സമൂഹത്തിലുള്ള ചിന്താഗതി അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഒരു കാര്യം. മനസ്സിലായോ? ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായിരുന്നു? ഓക്കെ, സെറ്റ്.
അപ്പൊ അങ്ങനെ സോർഡിഡ് ഇൻട്രസ്റ്റ് നോക്കിക്കോണം കേട്ടോ. സോർഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയിംഫുൾ ആയിട്ടുള്ള നാണം കെട്ട അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള അത്ര സുഖകരമല്ലാത്ത ഇൻട്രസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ആര് അവന്റെ മദർ പറയുന്നത് ബബ്ലുവിന്റെ. ദ ന്യൂസ് വാസ് ഗ്രാജുവലി സ്പ്രെഡിങ് ഇൻ ദ വില്ലേജ് ആൻഡ് ദ വില്ലേജേഴ്സ് entangled the whole family in a mesh of coerced whispers and rude glances. Coerced whispers and rude glances. അങ്ങനെ ഈ ന്യൂസ് ഫുള്ള് സ്പ്രെഡ് ആവുക. എവിടെ? നമ്മുടെ വില്ലേജിൽ ഫുള്ള് സ്പ്രെഡ് ആയിട്ടുണ്ട്. കുറെ നാളായല്ലോ അല്ലെ, കുറെ നാളായിട്ട് നമ്മുടെ ബബ്ലു ഇങ്ങനെ സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാൻ നടക്കുകയാണ് അല്ലെ, അവന് വേറെ പണിയില്ല എന്നൊക്കെ ഉള്ള ഇതിൽ പല ആൾക്കാരും പലതും പറയുമല്ലോ അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വെക്കാൻ തുടങ്ങുമ്പോൾ പല ആൾക്കാരും പലതും പറയും അല്ലെ. അപ്പം അങ്ങനെ ഈ ഒരു സംഭവം നാട് മൊത്തം പാട്ടായി. The villagers entangled the whole family in a mesh of coerced whispers and rude glances. അപ്പൊ ഈ നാട്ടിൽ ഇത് ഫുള്ള് പരക്കെ പടർന്നു ഈ വാർത്ത. എന്നിട്ടോ നാട്ടുകാരെല്ലാം കൂടെ എൻടാങ്കിൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? എൻടാങ്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചുറ്റി പിണയുക എന്നുള്ളൊരു അർത്ഥം. എൻടാങ്കിൾ കെട്ടി ഇടുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ എൻടാങ്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചുറ്റി എടുക്കുക എന്നുള്ള രീതിയിൽ. എൻടാങ്കിൾ ദ ഹോൾ ഫാമിലി. ഓക്കെ, ഇൻ എ മെഷ്. അപ്പം നമ്മുടെ ചെലന്തി വല ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല ഇല്ലേ, വല ഇല്ലേ, വല എന്നുള്ളൊരു ഇതാണ് മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ വല പോലെ എന്താണ് മെഷ് ഓഫ് കൊയേഴ്സ് വിസ്പേഴ്സ്. പറഞ്ഞ ഈ ഒരു വാർത്ത മൊത്തത്തിൽ ഇതായല്ലോ, നാട് മൊത്തം പാട്ടായി. അപ്പൊ എൻറ്റാങ്കിൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുക്കുക എന്നുള്ളത് അർത്ഥമില്ലേ, കുടുക്കുക അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ള അർത്ഥമില്ല, അതാണ് എൻറ്റാങ്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ ഫാമിലിയെ ചുറ്റി ഇതാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റാങ്കിൾ ചെയ്തു അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്തു. എന്തില്? ഒന്ന് ഇൻ എ മെഷ് ഓഫ് കൊയേഴ്സ് വിസ്പേഴ്സ്, പലതരത്തിലുള്ള. കൊയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ്, കണ്ടോ കാണുന്നില്ലേ, റഫായിട്ടുള്ള. റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്ലീസിങ് അല്ലാത്ത, അത്ര നല്ല രീതിയിലുള്ള അല്ലാത്ത വർത്തമാനങ്ങൾ. വിസ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് പറയത്തില്ലേ, കുശൂഷിക്കത്തില്ലേ, ആൾക്കാരെ കാണുമ്പോൾ അതാ അവൻ ഇങ്ങനെ എന്ന് പറയത്തില്ലേ, ഫുൾ ഉറക്കെ അല്ലാതെ ഇങ്ങനെ മാറി എന്ന് പറയും അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും കുശൂഷിത്തോണ്ട് ഓരോന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വിസ്പർ ചെയ്തുകൊണ്ട് അങ്ങനെ പറയുക. എന്താ പറയുന്നേ? ഇവന് വേറെ പണിയില്ല, ഇവൻ അതിന് നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറയും. അതുപോലെ തന്നെ റൂഡ് ഗ്ലാൻസസ്. റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത്ര നല്ല അല്ലാത്ത, തുറിച്ച് ഒരുമാതിരി അല്ലേ ഉള്ള നോട്ടം. മനസ്സിലായല്ലേ? അപ്പം നല്ല രീതിയിലല്ലാത്ത മോശം രീതിയിലുള്ള നോട്ടവും കൂടി ഉണ്ട്. അപ്പൊ ഇതെല്ലാം ആര് ഫേസ് ചെയ്യുക? ബബ്ലു ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവാണ് കേട്ടോ. കണ്ടല്ലേ? ആ ഒരു ഫോട്ടോ കാണുന്നില്ലേ? കണ്ടോ? അപ്പൊ അതേ ഒരു സിറ്റുവേഷനാ. കണ്ടല്ലേ? കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നു. ബബ്ലു അതാണ്ട് പാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യമായിട്ട് നടക്കുന്നു. പക്ഷെ എന്താണ് അവിടെ നടക്കുന്നത്? ബാക്കിയുള്ള നാട്ടുകാരെല്ലാം എന്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുക, അവരോരോന്ന് പുറത്തുകൊണ്ടിരിക്കുന്നു. ഇവന് വേറെ പണിയില്ല, അവനാണ് ഏതാണ്ട ജോലിക്കും പോവാതെ ഇപ്പം പാഡും ഉണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ്, വേറെ പണിയില്ല അവന് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയും അല്ലെ. സാധാരണമാണ്, നമ്മുടെ നാട്ടുകാരല്ലേ, അങ്ങനെ ഓരോന്ന് പറയും. But Bablu was gloomy for a while at the thought of stopping his experiment. അപ്പൊ ബബ്ലു എന്താണ്? ബബ്ലു ഒരു നിമിഷം എത്തിയപ്പോ കരുതി ഈ എക്സ്പെരിമെന്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്താലോ എന്നൊരു തോട്ട് വരെ ബബ്ലു പോയി. കാര്യം ആൾക്കാരുടെ ഇത്രയും നെഗറ്റിവിറ്റി അല്ലേ, ഫുള്ള് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആൾക്കാർ. സപ്പോർട്ട് ചെയ്യാൻ ഒറ്റ മനുഷ്യനില്ല. With the help of but he devised an idea to conduct experiment on himself rather than others. പക്ഷെ എന്താ, ഇനി ഈ പറഞ്ഞ സംഭവത്തിന് എക്സ്പെരിമെന്റുകൾ പലത് കണ്ടക്ട് ചെയ്താലല്ലേ ഇത് വർക്ക് ആവൂ ഇല്ലയോ എന്നൊക്കെ നോക്കണ്ടേ. പക്ഷെ ബബ്ലു അപ്പൊ എന്ത് ചെയ്തു? ഒരു ഐഡിയ കണ്ടുപിടിച്ചു, സ്വന്തമായിട്ട് ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ബബ്ലു എത്തുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട് ഹി കളക്ടഡ് സം ബ്ലഡ്. ഫ്രണ്ടിന്റെ ഹെൽപ്പോട് കൂടി കുറച്ച് ബ്ലഡ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നോക്കണമല്ലോ. ഈ പറഞ്ഞ സാനിറ്ററി നാപ്കിനില്ലേ ഇത് നോക്കണ്ടേ. അപ്പം ഈ പറഞ്ഞ ഇതിനാവശ്യമായിട്ടുള്ള എന്താണ് മെൻസ്ട്രൽ ഈ പറഞ്ഞ രീതിയിൽ പീരിയഡ്സ് വരുന്ന സമയത്ത് ബ്ലഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് അബ്സോർബ് ചെയ്ത് നിർത്തുമോ എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ എന്താണ്, ഫ്രണ്ടിന്റെ ഹെൽപ്പോട് കൂടി ബ്ലഡ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് യൂസിങ് എ റബ്ബർ ട്യൂബ് ഹി എക്സ്പെരിമെന്റ് വിത്ത് ദി നാപ്കിൻ ഹിംസെൽഫ്. അങ്ങനെ റബ്ബർ ട്യൂബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൽ ബ്ലഡ് വെച്ചിട്ട് ഇത് ബ്ലഡ് അബ്സോർബ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ
അതിൻ്റെ അകത്തുനിന്ന് ബ്ലഡ് ഒഴിച്ച് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ. റബ്ബർ ട്യൂബ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ബ്ലഡ് കളക്ട് ചെയ്ത് അത് വെച്ച് എടുത്ത് ഒക്കെ ഇത് ബ്ലഡ് അബ്സോർബ് ചെയ്യുമോ, നല്ല രീതിയിൽ ഇത് വർക്ക് ആവുമോ എന്നൊക്കെ നോക്കണ്ടേ. ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അല്ല ചുമ്മാ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ, ഇത് അബ്സോർബ് ചെയ്യുമോ എന്നൊക്കെ അറിയണ്ട, എന്നാലേ സക്സസ്ഫുൾ ആവത്തുള്ളൂ. മനസ്സിലാവുന്നില്ലേ? അതെ. അപ്പം അങ്ങനെ ഇത് എക്സ്പെരിമെന്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വിത്ത് നാപ്കിൻ ഹിംസെൽഫ്, അവൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. വൺ ഡേ ലത ഹിസ് നെയ്ബർ പരുൾസ് ഡോട്ടർ ഹാപ്പൻ ടു സീ ദിസ്. അങ്ങനെ ഒരു ദിവസം ആരാണ് ലത എന്ന് പറയുന്ന പെൺകുട്ടി, നമ്മുടെ പരുൾ എന്ന് പറയുന്ന അപ്പുറത്തെ വീട്ടിലെ പരുളിന്റെ ഡോട്ടർ മകളാണ് ആര്, ലത എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇത് കണ്ടു. അപ്പൊ ഒരാൾ കണ്ടാൽ മതിയല്ലോ, പിന്നെ ഇത് അവൾ പോയി നേരെ അച്ഛനോടും അമ്മയോടും പരുളിനോടും ഭാര്യയോടും പറഞ്ഞു കാണും. അങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് അറിഞ്ഞു കാണും. അങ്ങനെ നാട് മൊത്തം ഇത് പാട്ടായി. അവൻ താണ്ട് ഇപ്പം അതെ ബ്ലഡ് വെച്ചിട്ട് എന്തൊക്കെയോ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട് മൊത്തം പാട്ടാക്കിയത്. ദ നെക്സ്റ്റ് ഡേ ഓൾ കൈൻഡ്സ് ഓഫ് റൂമേഴ്സ് സ്പ്രെഡ് ഓവർ ദ സ്മോൾ ടൗൺ. അങ്ങനെ അടുത്ത ദിവസം നാട് മൊത്തം എന്താണ് ഇത് പാട്ടായി, ഇവൻ ഇത് വിട്ടിട്ടില്ല, ഇവൻ പിന്നെ എന്തൊക്കെയോ എക്സ്പെരിമെന്റേഷൻ ചെയ്യുന്നു എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ ഫുള്ള് നാട് മൊത്തം പാട്ടായി. അനേബിൾ ടു ബെയർ ദി ഹ്യൂമിലിയേഷൻ, ഈ നാണക്കേട് സഹിക്കാൻ വയ്യാതെ നാട് മൊത്തം ഇത് പാട്ടായി. ബബ്ലൂസ് വൈഫ് ലെഫ്റ്റ് ഹിം. അങ്ങനെ ബബ്ലുവിന്റെ വൈഫ് എന്താണ് വീട് വിട്ടു പോവുകയാണ് കേട്ടോ. ഷീ സെഡ് ഷീ വുഡ് ഓൺലി റിട്ടേൺ വെൻ ഹി ഗീവ് അപ്പ് ഹിസ് മാഡ്നസ്. നിങ്ങളുടെ ഈ വട്ട് വിളിച്ച അല്ലെ, നിങ്ങളുടെ ഈ വട്ട് നിങ്ങൾ എന്ന് നിർത്തുന്നോ അന്നേ ഞാനിനി തിരിച്ചു വരൂ എന്ന് പറയുന്നു. ഈ എക്സ്പെരിമെന്റും കാര്യങ്ങളുമായിട്ടുള്ള വട്ട് നിങ്ങൾ എന്ന് നിർത്തുന്നോ ഇനി ഞാൻ അന്നേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് ബബ്ലുവിന്റെ വൈഫ് ഇറങ്ങിപ്പോകുന്നു. ഹിസ് മദർ ടു ഫോളോഡ് ദി സ്യൂട്ട്. അപ്പോൾ അവിടെ എന്താണ് കാണാൻ പറ്റുന്നത്, ഭാര്യ ആദ്യം പോയി, അവന്റെ അമ്മയാണെങ്കിലും ഇതേപോലെ തന്നെ പോയി കേട്ടോ. മദർ ടു ഫോളോഡ്. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് വൈഫ്, ഹിസ് ഫാമിലി, ഹിസ് ഫ്രണ്ട്സ് ആൻഡ് മണി. അങ്ങനെ താണ്ടെ എല്ലാം പോയിരിക്കുകയാണ് നമ്മുടെ ബബ്ലുവിന്റെ കയ്യിൽ നിന്ന്. പൈസ പോകുന്നുണ്ട് ഈ എക്സ്പെരിമെന്റേഷൻ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട്. വൈഫ് പോയി, മദർ പോയി, അങ്ങനെ ഫുൾ ഫാമിലി, വൈഫ്, ഫ്രണ്ട്സ് അല്ലെ, ഫ്രണ്ട്സ് ഉൾപ്പെടെ. കാര്യം എന്താ, നാട്ടുകാരെല്ലാം അതും ഇതും പറയുമ്പോൾ ഇവന്റെ അടുത്ത് കൂട്ടുകൂടാൻ ആൾക്കാർ വരുമോ? എല്ലാവരും ഒരു ഡിസ്റ്റൻസ് ഇവന്റെ അടുത്ത് നിന്ന് പാലിക്കും അല്ലേ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. അങ്ങനെ എല്ലാവരും പോയി, ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ബബ്ലു മാറുന്നു. കാര്യം നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാണ് ബബ്ലു. പക്ഷെ ആ ഒരു ചലഞ്ച് കണ്ടല്ലേ ഫ്രണ്ടിൽ വരുന്നേ ഇല്ലേ. ആൻഡ് മണി, എല്ലാം പൈസ ഉൾപ്പെടെ. ആൻഡ് ഹീ കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് ഓൾ ഇൻ പെർസ്യൂട്ട് ഓഫ് ദി സാനിറ്ററി പാഡ് പ്രൊജക്ട്. ഓക്കെ, അങ്ങനെ എന്താണ് മൊത്തം കാര്യങ്ങളും നമ്മുടെ ബബ്ലുവിന് നഷ്ടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ഫാമിലി, ഹിസ് വൈഫ്, ഹിസ് ഫ്രണ്ട്സ് ആൻഡ് മണി ദാറ്റ് ഹി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ്. അപ്പൊ മണി ദാറ്റ് ഹി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ്. കാര്യം അത്ര വലിയ പൈസക്കാരനൊന്നും അല്ല. അപ്പം മണി ഇല്ല, വേസ്റ്റ് ചെയ്യാൻ മണി ഇല്ല അല്ലേ. ആൻഡ് മണി ദാറ്റ് ഹി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ്, അതുവരെ ലോസ്റ്റ് ആയി, കളയാൻ ഉണ്ടായിരുന്നില്ല പൈസയൊന്നും. എന്നാലും ആ പൈസ വരെ നഷ്ടപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ട്? ഓൾ ഇൻ പെർസ്യൂട്ട് ഓഫ് ദി സാനിറ്ററി പാഡ് പ്രോജക്ട്. പൈസയൊന്നും കളയാനില്ലാഞ്ഞിട്ട് പോലും, കാര്യം അത്രയ്ക്ക് പൈസക്കാരൊന്നും അല്ല, എന്നിട്ട് പോലും ഈ സാനിറ്ററി പാഡിന്റെ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കയ്യിലുള്ള പൈസയും വൈഫും ഫാമിലിയും എല്ലാം നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിലേക്ക് ബബ്ലു എത്തിയിരിക്കുന്നു. ബബ്ലു വാസ് എ സിമ്പിൾ വെൽഡർ. ബബ്ലു ആരായിരുന്നു? ഒരു സിമ്പിൾ വെൽഡർ ആയിരുന്നു. whose life had been ripped apart, and all because he had wanted to give Gauri a gift. അപ്പൊ ബബ്ലു ഒരു സിമ്പിൾ വെൽഡർ ആയിരുന്നു. നമ്മൾ കണ്ടു ലൈഫിലെ ഒരേ ഒരു കാര്യം മാത്രമാണ് എന്താണ് ബബ്ലു ആഗ്രഹിച്ചത്. എന്താണ്? ഈ പറഞ്ഞ സാനിറ്ററി നാപ്കിൻ വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ആദ്യം മേടിച്ചപ്പോ ഇതൊന്ന് നിർമ്മിച്ചെടുക്കാം തന്നെ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നല്ലോ അല്ലെ. ഹിസ് ലൈഫ് ഹാഡ് ബീൻ റിപ്ഡ് അപ്പാർട്ട്. പക്ഷെ അവന്റെ ജീവിതം മൊത്തം താറുമാറാവുന്ന ഒരു സിറ്റുവേഷൻ ആയി ഇപ്പോ. ഓൾ ബിക്കോസ് ഹി വാണ്ടഡ് ടു ഗിഫ്റ്റ് ഗൗരി എ ഗിഫ്റ്റ്. ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാനിറ്ററി നാപ്കിൻ അല്ലെ മേടിച്ച ആ ഒരു സമയം തൊട്ട് തുടങ്ങിയതാണിത്. എ ഗിഫ്റ്റ് ഫോർ ഓൾ ദ പുവർ വുമൺ ഇൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. അപ്പം ഹി വാണ്ടഡ് ടു ഗിഫ്റ്റ്
ഗിവ് ഗൗരി എ ഗിഫ്റ്റ്. ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ മറ്റൊരു ഗിഫ്റ്റ് എന്താണ് ഇവിടെ പറയുന്ന ഗിഫ്റ്റ്? അതായത് സ്വന്തമായിട്ട് പുള്ളി നിർമ്മിച്ചെടുക്കുന്ന ഒരു സാനിറ്ററി പാഡ് ഭാര്യയ്ക്കും, അതേപോലെ തന്നെ ഗിഫ്റ്റ് ഫോർ ഓൾ പുവർ വുമൺ ഇൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. അവന്റെ വില്ലേജിലും മറ്റ് സമീപ പ്രദേശത്തും ഒക്കെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു സാനിറ്ററി പാഡ് നിർമ്മിച്ചെടുക്കുക, എന്നിട്ട് അവർക്കൊക്കെ അത് കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ബബ്ലുവിനുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും എന്താണ് നടന്നിട്ടില്ല ഇപ്പോൾ എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ ഇത്രയാണ് ആ ഒരു പാർട്ടിൽ പറഞ്ഞത്. അപ്പൊ കഥ എത്രയും തീർന്നോ? എന്ത് തോന്നുന്നു? ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അല്ലേ? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നാട്ടുകാര് പല കാര്യങ്ങൾ പറയുന്നു അല്ലേ? അതെ ഭാര്യ ഉപേക്ഷിച്ചു പോയി. അതെ അതാണ് പൈസ പോയി, ആ ഹാർഡ് ഏൺഡ് മണി പോയി. അങ്ങനെ മൊത്തത്തിൽ ഒന്നുമില്ലാത്ത സിറ്റുവേഷനിൽ നിൽക്കുക. ആകെപ്പാടെ എല്ലാം പോയി നിൽക്കുന്ന അവസ്ഥയാണ്. ബബ്ലു ദാ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ് നമുക്കുള്ളത്. അപ്പൊ ഇനി എന്ത് നടന്നു കാണും അറിയണ്ടേ ബാക്കി? പിന്നെ ഓക്കെ, അപ്പൊ അതാ നോക്കാം. അപ്പൊ ഡു യു വാണ്ട് ടു നോ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി? അപ്പൊ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഡു യു വാണ്ട് ടു നോ മോർ അബൌട്ട് ബബ്ലൂസ് ജേർണി? അപ്പൊ ഈ ബബ്ലുവിന്റെ ജേർണി, അപ്പൊ ഈ ക്യാരക്ടർ ബബ്ലു എന്ന് പറയുന്ന നമ്മൾ പഠിച്ച ക്യാരക്ടർ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്മശ്രീ അരുണാചലം മുരുകനാഥം എന്ന് പറയുന്ന വ്യക്തി. പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് അരുണാചലം മുരുകനാഥം. ദ പാഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പാഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ദാ ഇവിടെ ഒരു ഇന്റർവ്യൂ ആണ്, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത്. സ്റ്റോറിയുടെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഇതിലൂടെയാണ്. അപ്പൊ ഗുഡ് മോർണിംഗ് മിസ്റ്റർ മുരുകനാഥം. It is very kind of you to meet and talk to us. We know that you have been working on the manufacture and distribution of inexpensive sanitary napkins for a quarter of a century. Now we would like to learn about your early days. Did anyone inspire you to work for the good of the community? അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂവർ, അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്റർവ്യൂ ഇതുപോലെ കോൺവെർസേഷൻ ഇന്റർവ്യൂ എഴുതാനെ കൊണ്ട് വരും. അപ്പൊ ഇത് നോക്കിക്കോണം ഒരു ഇന്റർവ്യൂ പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഗ്രീറ്റിംഗ് ചെയ്തു, ഗുഡ് മോർണിംഗ്, ആരാണോ ആളുടെ പേരൊക്കെ വിളിച്ചിട്ട് ഇറ്റ് ഈസ് വെരി കൈൻഡ് ഓഫ് യു ടു മീറ്റ് ആൻഡ് ടോക്ക് ടു അസ്. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അല്ലെ വിലപ്പെട്ട സമയം കണ്ടെത്തിയതിന് ആദ്യം തന്നെ താങ്ക് യു പറയുകയാണ് അല്ലെ. ഇറ്റ് ഈസ് വെരി കൈൻഡ് ഓഫ് യു, നിങ്ങളോട് നന്ദിയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ്. നിങ്ങൾ ഈ ഒരു ടൈം കണ്ടെത്തിയതിന്, നമുക്ക് വേണ്ടി കണ്ടെത്തിയതിന് നന്ദി എന്നുള്ള രീതിയിൽ അവർ ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് യു എന്ന് പറയുന്നു. ആൻഡ് പിന്നെന്താ പറയുന്നത്, വി നോ ദാറ്റ് യു ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദി മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഎക്സ്പെൻസീവ് സാനിറ്ററി നാപ്കിൻസ് ഫോർ എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. അപ്പൊ എന്താണ് നമ്മുടെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള, അധികം വില വരാത്ത രീതിയിലുള്ള, ഒത്തിരി പ്രൈസ് ഇല്ലാത്ത സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഒരു ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. അപ്പം സെഞ്ചുറി അറിയാമല്ലോ, 100 അല്ലെ, 100 വർഷം. അതിൽ കാൽ നൂറ്റാണ്ടായിട്ട് താങ്കൾ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണല്ലോ എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂവർ ചോദിക്കുന്നു. നൗ വി വുഡ് ലൈക്ക് ടു ലേൺ അബൌട്ട് യുവർ ഏർലി ഡേയ്സ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ഏർലി ലൈഫിനെ പറ്റിയിട്ട് നിങ്ങളുടെ ആദ്യകാലങ്ങളെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്ന് ഇന്റർവ്യൂവർ പറയുന്നു. ഡിഡ് എനിവൺ ഇൻസ്പയർ യു ടു വർക്ക് ഫോർ ദി ഗുഡ് ഓഫ് ദി കമ്മ്യൂണിറ്റി? ഇങ്ങനെ കമ്മ്യൂണിറ്റിയുടെ ഗുഡിന് വേണ്ടി അല്ലെ, സമൂഹത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ആൻസർ ചെയ്യുകയാണ്, അരുണാചലം ആൻസർ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ലെറ്റ് മീ അറ്റ് ദി ഔട്ട്സെറ്റ് ടെൽ യു മൈ സ്റ്റോറി.
അപ്പം അറ്റ് ദി ഔട്ട്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ് എന്നാണ് കേട്ടോ. അറ്റ് ദി ബിഗിനിങ് എന്നുള്ള അർത്ഥമാണ് അറ്റ് ദി ഔട്ട്സെറ്റ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എന്റെ സ്റ്റോറി പറയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നു. മൈ ഫാദർ വാസ് എ ഹാൻഡ്ലൂം വീവർ. കണ്ടല്ലേ, കൈത്തറി ചെയ്തല്ലേ. അപ്പം ഹാൻഡ്ലൂം വീവർ ആയിരുന്നു ആര്, എന്റെ ഫാദർ. ഐ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ അറ്റ് 14 years when he passed away quite unexpectedly. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരണപ്പെടുകയുണ്ടായി. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മരണമായിരുന്നു. മൈ മദർ വർക്ക്ഡ് ഓൺ എ ഫാം. അപ്പൊ അമ്മ ആ സമയത്ത് ഫാമിലൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. ആൻഡ് ഷീ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് എൻഡ്സ് മീറ്റ്. അപ്പൊ ഫാമിലെ ജോലി മാത്രം ചെയ്ത് വീട് പുലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, വീട് മൊത്തം ഓടിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമായിരുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഷീ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് 2 daughters ആൻഡ് എ സൺ. അപ്പൊ അവര് 2 പെൺമക്കളും ഒരു മകനും ഉണ്ടായിരുന്നു. അപ്പം ഇത് എളുപ്പമുള്ള കാര്യമല്ല. ഷീ ഹാഡ് ഹോപ്ഡ് ഐ വുഡ് ബിക്കം എൻ എഞ്ചിനീയർ. അമ്മ അന്ന് ആഗ്രഹിച്ചിരുന്നത് ഞാനൊരു എഞ്ചിനീയർ ആവുമെന്നൊക്കെ ആയിരുന്നു. ഹവർ ഷീ കുഡന്റ് അഫോർഡ് ടു സെൻഡ് മീ ടു എ കോളേജ്. പക്ഷെ എന്നെ കോളേജിൽ വിടാനുള്ളൊരു ത്രാണിയൊന്നും അല്ലെ, പൈസയോ കാര്യങ്ങളോ ഒന്നും അമ്മയ്ക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഹാഡ് ടു ടേക്ക് അപ്പ് എ ജോബ് ഇൻ എ വെൽഡിംഗ് വർക്ക്ഷോപ്പ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലി തേടേണ്ടി വന്നു. ഈവൻ ആസ് എ യങ് ബോയ്, ഒരു ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഞാൻ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പോയി ജോലി എടുക്കേണ്ട സിറ്റുവേഷനിലേക്കൊക്കെ പോയി കാര്യങ്ങൾ. അറ്റ് 21 ഐ മാരി. 21 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കല്യാണം കഴിച്ചു. കാര്യം വില്ലേജ് ഏരിയ ആണ്, പണ്ടത്തെ കാലമാണ് ഒക്കെ ആണല്ലോ. അപ്പം ഇറ്റ് വാസ് ദെൻ ഐ ഡിസ്കവേർഡ് ദാറ്റ് മൈ വൈഫ് ശാന്തി. അപ്പൊ ഇതിൻ്റെ അകത്ത് കണ്ടല്ലേ, അരുണാചലം എന്ന് പറയുന്നത് ആണ് ഒറിജിനൽ ക്യാരക്ടർ, വൈഫിന്റെ പേര് ശാന്തി എന്നാണ്. നമ്മൾ മുമ്പേ ബബ്ലു ഗൗരി ഒക്കെ കണ്ടില്ലേ, അതൊരു ഫിക്ഷണൽ പേരിട്ടു, ഇത് റിയാലിറ്റി. ഐ ഡിസ്കവേർഡ് ദാറ്റ് മൈ വൈഫ് ശാന്തി ഹാഡ് ടു യൂസ് ഓൾഡ് റാക്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലീൻ നാപ്കിൻസ് ഡ്യൂറിങ് ഹെർ മെൻസ്ട്രുവൽ സൈക്കിൾ. അപ്പൊ നമ്മുടെ അരുണാചലം ഇതേ സംഭവം റിയലൈസ് ചെയ്ത് എന്താണ്, നമ്മുടെ ശാന്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫ് ഇതേപോലെ അല്ലെ ഓൾഡ് ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെയാണ് സാനിറ്ററി നാപ്കിൻസും യൂസ് ചെയ്യുന്നത് മെൻസ്ട്രുവൽ സൈക്കിൾ വരുമ്പോൾ എന്ന് തിരിച്ചറിയുന്നു. ദിസ് മെയ്ഡ് മീ തിങ്ക് അബൌട്ട് ദി ജനറൽ സ്റ്റേറ്റ് ഓഫ് വുമൻസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അപ്പോൾ സാധാരണ അല്ലെ സ്ത്രീജനങ്ങളുടെ ഹെൽത്തും ഹൈജീനും ഒക്കെ എത്രത്തോളം പ്രശ്നത്തിലാണ് ഇതിലൂടെ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ദ നോളജ് ട്രിഗേർഡ് മൈ റിസർച്ച് ഇൻ ടു ദി മാനുഫാക്ചർ ഓഫ് അഫോർഡബിൾ നാപ്കിൻസ്. അങ്ങനെ ഈ ഒരു അറിവ് പുള്ളിക്ക് കിട്ടിയപ്പോൾ, ഈ ഒരു കാര്യം പുള്ളി അറിഞ്ഞപ്പോൾ പുള്ളി എന്ത് തീരുമാനിച്ചു, അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ഒക്കെ വെച്ച് ഒരു സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള തീരുമാനം ആരെടുക്കുന്നു, നമ്മുടെ അരുണാചലം എടുക്കുകയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റർവ്യൂവർ ചോദിക്കുക, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് യു ഇയേഴ്സ് ടു ഫൈൻഡ് ദ റൈറ്റ് മെറ്റീരിയൽ ഫോർ യുവർ നാപ്കിൻ. കുഡ് യു ടെൽ അസ് മോർ അബൌട്ട് ദി ഫേസ് ഓഫ് യുവർ റിസർച്ച്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നാപ്കിൻ ഉണ്ടാക്കാനുള്ള കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുത്തു, കുറെ വർഷം എടുത്തു. കുഡ് യു ടെൽ അസ് മോർ അബൌട്ട് ദി ഫേസ് ഓഫ് യുവർ റിസർച്ച്. ഈ ഒരു ഫേസ്, റിസർച്ചിന്റെ ഒരു ഫേസിനെ പറ്റിയിട്ട് ഞങ്ങളോട് പറയാമോ എന്ന് റിസർച്ചർ ചോദിക്കുന്നു. ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ അരുണാചലം പറയുന്നു, ആസ് ഐ മെൻഷൻഡ് ഏർലിയർ മൈ ഫാദർ വാസ് എ വീവർ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫാദർ ഒരു നെയ്ത്തുകാരനായിരുന്നു. Therefore I was somewhat familiar with cotton and made use of many varieties of cotton. അതുകൊണ്ട് തന്നെ കോട്ടനെ പറ്റിയിട്ട് എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമായിരുന്നു. പരുത്തി അല്ലേ, ഇത് വെച്ചിട്ടാണല്ലോ പഞ്ഞി കാര്യങ്ങൾ പരുത്തി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ ക്ലോത്ത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഇതാണല്ലോ. അപ്പൊ ഇതിനെ പറ്റിയിട്ട് എനിക്ക് ചെറിയ ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പല വെറൈറ്റിയെ പറ്റി ധാരണകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത് വെച്ചൊക്കെ ഇതിനെപ്പറ്റി പല കാര്യങ്ങളും ഇത് വെച്ചത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചു. ഓൾ മൈ ഇനീഷ്യൽ എക്സ്പെരിമെന്റ്സ് ഫെയിൽഡ് മിസറബിളി. പക്ഷേ ഭയങ്കര ദാരുണമായ ഫെയിലിയറിലേക്കാണ് ആദ്യത്തെ എക്സ്പെരിമെന്റ് എല്ലാം പോയത്. മോർ ഓവർ ദ ടോപ്പിക് വാസ് എ ടാബു ഇൻ അവർ വില്ലേജ് അറ്റ് ദാറ്റ് ടൈം. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വില്ലേജിൽ ഈ ഒരു സംഭവം ഭയങ്കര ചീത്ത കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയായിരുന്നു ആൾക്കാർക്ക്. ടാബു ആയിരുന്നു ഇത്. ഇതിനെപ്പറ്റിയൊന്നും ആരും അങ്ങനെ സംസാരിക്കാറില്ല, ഇതിനെപ്പറ്റിയൊന്നും ആരും ചിന്തിക്കാറില്ല അവരുടെ വില്ലേജിൽ. സ്ത്രീകളുടെ കാര്യമാണ് മെൻസ്ട്രേഷൻ, അത് നല്ലൊരു കാര്യമല്ല എന്നൊക്കെ ഉള്ള ഒരു തോട്ടുള്ള ആൾക്കാരായിരുന്നു. ആൻഡ് മൈ എന്തേലും പറഞ്ഞായിരുന്നോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ മോർ ഓവർ ദി ടോപ്പിക് വാസ് ടാബു ഇൻ അവർ വില്ലേജ് അറ്റ് ദ ടൈം ആൻഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട് ലെഡ് ടു
മൈ ഐസൊലേഷൻ വിതിൻ ദി കമ്മ്യൂണിറ്റി. അപ്പൊ ഇത് ഓൾറെഡി വില്ലേജിൽ ആരും ഇതിനെപ്പറ്റി സംസാരിക്കത്തില്ല, ഇതിനെപ്പറ്റി ആണുങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അതിനും അപ്പുറം എന്താണ്, അതിനും കാട്ടിൽ പ്രശ്നം വന്ന എന്താണ്, ആൾക്കാരെല്ലാം ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ അരുണാചലത്തെ ഐസൊലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്താൻ തുടങ്ങി കേട്ടോ. ആരുടെയും കൂടെ കൂട്ടത്തുമില്ല എടുക്കത്തുമില്ല, അയാള് ഒറ്റപ്പെട്ട സിറ്റുവേഷനിലേക്ക് പോയി. കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ അവരുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട സിറ്റുവേഷനിലേക്ക് പോയി. ആൻഡ് ഈവൻ ഇൻ മൈ ഫാമിലിയിൽ ഉൾപ്പെടെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. ബട്ട് ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്. പക്ഷെ ഞാൻ തോറ്റു കൊടുത്തില്ല, ഞാൻ അവിടെ ഒന്നും തോറ്റു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് കോട്ടൺ ദി പോപ്പുലർ ബ്രാൻഡ്സ് വെർ യൂസിങ് ഫോർ ദെയർ നാപ്കിൻസ്. അപ്പൊ ഈ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടല്ലോ, വലിയ വലിയ ബ്രാൻഡുകളില്ലേ, നമ്മൾ മുമ്പ് പറഞ്ഞ വിസ്പർ അല്ലെ സേഫ്രി സെക്യൂർ അല്ലേ, അങ്ങനെയല്ലേ അതിന്റെ പേര്, ആ ഒരു പേര് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. എന്തായാലും അങ്ങനെ കുറെ ബ്രാൻഡുകൾ നമുക്ക് അറിയാമല്ലോ, നമ്മൾ പരസ്യത്തിലൊക്കെ കാണത്തില്ലേ. അപ്പം ഇങ്ങനെയുള്ള പല ബ്രാൻഡുകളും എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ അരുണാചലത്തിന് ആദ്യം അറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് പുള്ളി കോട്ടൺ വെച്ച് നോക്കുന്നത്. അപ്പൊ അങ്ങനെ പുള്ളി ഇത് കണ്ടുപിടിക്കാനുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഇറ്റ് ടുക്ക് മീ 2 years ഓഫ് ട്രയൽ ആൻഡ് എറർ. അങ്ങനെ 2 വർഷത്തോളമുള്ള ട്രയൽ ആൻഡ് എറർ. ഒരു കാര്യം ചെയ്യും, അത് ഫെയിൽ ആവും, അപ്പൊ അടുത്ത കാര്യം പോവും, അത് ചിലപ്പോൾ ഫെയിൽ ആവും, അപ്പൊ അടുത്തത് ചെയ്യും. അതാ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അങ്ങനെ ട്രയൽ ചെയ്യും, അത് എറർ ആവും, ട്രയൽ ചെയ്യും, എറർ ആവും, അങ്ങനെ അത് 2 വർഷത്തോളം ഇത് തുടർന്നു. അങ്ങനെ ടു ഫിഗർ ഔട്ട് ഇറ്റ് വാസ് പൈൻ വുഡ് പൾപ്പ്. അങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് പുള്ളി അത് റിയലൈസ് ചെയ്യുന്നത്, എന്താണ് മനസ്സിലാക്കുന്നത്, ഇറ്റ് വാസ് പൈൻ വുഡ് പൾപ്പ് ആൻഡ് നോട്ട് കോട്ടൺ. കോട്ടൺ വെച്ചല്ല ഈ ഒരു സാനിറ്ററി നാപ്കിൻസ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്, പൈൻ വുഡിന്റെ പൾപ്പ് വെച്ചിട്ടാണ്. പൈൻ വുഡിന്റെ പൾപ്പ് വെച്ചിട്ടാണ്. അപ്പൊ കോട്ടൺ അല്ല, പൈൻ മരത്തിന്റെ പൾപ്പ് കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ദ സപ്ലയേഴ്സ് സെൻഡ് മീ സം സാമ്പിൾസ്. എന്നിട്ട് ഇതിന്റെ സപ്ലൈ ചെയ്യുന്ന ഈ ബാക്കിയുള്ള കമ്പനിക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ കാണുമല്ലോ, അപ്പൊ ആ സപ്ലയേഴ്സിന്റെ കാര്യമൊക്കെ മനസ്സിലാക്കിയ ഇദ്ദേഹത്തിന് ഈ സപ്ലയേഴ്സ് സാമ്പിൾസ് അയച്ചു കൊടുത്തു. ഐ സ്പെൻഡ് സെവറൽ ഡേയ്സ് വണ്ടറിങ് ഹൗ ടു മേക്ക് സെല്ലുലോസ് ഫ്രം ഇറ്റ്. അപ്പൊ ഇതിൽ നിന്ന് ഇനി എങ്ങനെ അല്ലെ ഇത് നൂലാക്കി എടുക്കണമല്ലോ. ഈ സാമ്പിളിൽ നിന്ന് ഇത് വന്നു കഴിഞ്ഞപ്പോഴും ഇതിൽ നിന്ന് എങ്ങനെ ഇത് ഉണ്ടാക്കി എടുക്കണം എന്നുള്ള കാര്യത്തിൽ ആദ്യം പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വൺ ഡേ മൈ പെറ്റ് ഡോഗ് ആക്സിഡന്റലി സ്ക്രാച്ച് ദി സാമ്പിൾ കാർഡ്. അങ്ങനെ വന്ന ഈ ഒരു സാമ്പിൾ കാർഡ് ഉണ്ടല്ലോ, ഒരു ദിവസം ഇയാളുടെ പെറ്റ് ഡോഗ് ഇതെടുത്ത് വെച്ച് ഇങ്ങനെ അള്ളിപ്പറിച്ചു സ്ക്രാച്ച് ചെയ്ത് എടുത്തപ്പോഴാണ് എന്ത് പുള്ളി മനസ്സിലാക്കുന്നത്, ആൻഡ് ഐ കുഡ് സീ ദി സോഫ്റ്റ് കോട്ടണി മെറ്റീരിയൽ. അതിൻ്റെ അകത്തുനിന്ന് അന്നേരം ഇങ്ങനെ കോട്ടൺ ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ സ്ക്രാച്ച് ചെയ്തെടുക്കുമ്പോൾ ഇത് വരുന്നതായിട്ട് കണ്ടു. ദിസ് ഗേവ് മീ ദി ഐഡിയ ഓഫ് ഡീഫൈബ്രേഷൻ. അപ്പൊ ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഫൈബറുകൾ ഉണ്ടാക്കി ഇങ്ങനെ അടർത്തി എടുത്ത് വേണം അത് ഉണ്ടാക്കാൻ എന്നുള്ള കാര്യം പുള്ളിക്ക് അന്നേരമാണ് മനസ്സിലാവുന്നത്. അതാണ് ഡീഫൈബ്രേഷൻ മെത്തേഡിലൂടെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പുള്ളി മനസ്സിലാക്കുന്നു. അപ്പൊ പുള്ളി അത്രയും കാര്യങ്ങൾ ആ ഒരു ഫേസ് പറഞ്ഞു, പുള്ളി എങ്ങനെയാണ് ഇവിടെ വരെ എത്തി. അതായിരുന്നല്ലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്റർവ്യൂവർ ചോദിച്ചു, അതിന് ഉത്തരം കൊടുത്തു. ലേറ്റർ മിസ്റ്റർ മുരുകനാഥം, യു ഡിസ്കവേർഡ് ദാറ്റ് ദ റിയൽ നീഡ് വാസ് ഫോർ മോർ എഫിഷ്യന്റ് മെഷീനറി. ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്? അടുത്ത ചോദ്യമാണ്. അതിനുശേഷം മുരുകനാഥൻ നിങ്ങൾ ഡിസ്കവർ ചെയ്തു ശരിക്കുമുള്ള ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീനറി വേണം അല്ലെ. എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീനറി ഉണ്ടെങ്കിലേ ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ ഇത് എങ്ങനെ മനസ്സിലാക്കിയെടുത്തു എന്നാണ് ചോദിക്കുന്നത്. അതായത് നല്ല കാര്യക്ഷമതയുള്ള മെഷീനറി വേണമല്ലോ, എങ്കിലല്ലേ നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അത് താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുന്നു മുരുകനാഥനോട്. The machines that produced sanitary napkin cost crores at the time. ആ സമയത്ത് ഈ സാനിറ്ററി നാപ്കിൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മെഷീനുകൾക്ക് കോടികൾ വരെ ഉണ്ടായിരുന്നു. I realized that women would get affordable napkins only if the machinery became less expensive. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞു ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കോടികളുള്ള മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറഞ്ഞ പൈസക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള നാപ്കിൻ, എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള നാപ്കിൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മെഷീനറിക്കും കുറച്ച് പൈസയെ ആകാൻ പാടുള്ളൂ, ഒത്തിരി എക്സ്പെൻസീവ് മെഷീൻ ആയിരിക്കരുത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. I then began to focus on designing affordable machines. അപ്പോൾ പുള്ളി എഞ്ചിനീയർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ്, വെൽഡിങ്ങും കാര്യങ്ങളും വർക്ക്ഷോപ്പും ഒക്കെ നടത്തിയ ആളാണല്ലോ. അപ്പൊ ചെറിയ രീതിയിലുള്ള മെക്കാനിക്കൽ പരിപാടിയൊക്കെ പുള്ളിക്ക് അറിയാം. അപ്പൊ പുള്ളി എന്താണ് ഒരു മെഷീൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പുള്ളി ഡിസൈൻ ചെയ്ത് മെഷീൻ ഉണ്ടാക്കിയെടുക്കുന്നു. അഗെയിൻ ബൈ ട്രയൽ ആൻഡ് എറർ ഐ സക്സീഡ് ഇൻ ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് എ റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് മെഷീൻ. അപ്പൊ ഇവിടെയും ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ചെയ്യുന്നു, ആദ്യം ഫെയിൽ ആവും, വർക്ക് ആവത്തില്ല, പിന്നെയും പുള്ളി ചെയ്യും, ട്രയൽ നടത്തും,
ട്രൈ ചെയ്യും, ഫെയിൽ ആവും, പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്ത് പുള്ളി ഫൈനലി കണ്ടുപിടിച്ചു, ഒരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻ ഉണ്ടാക്കി എടുത്തു. ദിസ് കുഡ് ബി ഓപ്പറേറ്റഡ് ബൈ പീപ്പിൾ വിതൗട്ട് മച്ച് ട്രെയിനിങ്. അങ്ങനെ ഇത് എന്ത് ചെയ്യും? ദിസ് കുഡ് ബി ഓപ്പറേറ്റഡ് ബൈ പീപ്പിൾ, ഇത് ആൾക്കാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും വിതൗട്ട് മച്ച് ട്രെയിനിങ്. വലിയ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് എന്ത് ചെയ്തെടുക്കാൻ പറ്റും? ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അങ്ങനെ അവരിത് ഡിസൈൻ ചെയ്തെടുത്തു. അങ്ങനെ എന്താണ് ഈ ഒരു മെഷീൻ അദ്ദേഹം ഡിസൈൻ ചെയ്തെടുത്തു. ദിസ് കുഡ് ബി ഓപ്പറേറ്റഡ് ബൈ പീപ്പിൾ വിതൗട്ട് മച്ച് ട്രെയിനിങ്. ഐ ഡിസൈൻഡ് 3 സെപ്പറേറ്റ് മെഷീൻസ് ഫോർ ദി ഡീഫൈബ്രേഷൻ, കംപ്രഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ. അപ്പൊ ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ, ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വരച്ചിട്ടേക്ക് കേട്ടോ, ഞാൻ വരച്ചിട്ടേക്കുന്ന പോലെ. അങ്ങനെ പുള്ളി 3 തരത്തിലുള്ള മെഷീൻ ഉണ്ടാക്കിയെടുത്തു. എന്തിനൊക്കെയാ? ഒന്ന് ഡീഫൈബ്രേഷൻ ചെയ്യണം, ഈ ഒരു പൈൻവുഡ് പൾപ്പിന്റെ കാർഡിന്റെ അകത്തുനിന്ന് നൂലുകൾ പോലെയുള്ള മെറ്റീരിയൽ ഉണ്ടാക്കി എടുക്കണമല്ലോ അല്ലെ? ഡീഫൈബർ ചെയ്യണം, അതിൽ നിന്ന് നാരുകൾ അടർത്തി നാരുകളായിട്ട് ഓരോരോ നാരുകൾ ഉള്ള രീതിയിൽ നൂലുകൾ ഇതാക്കി എടുക്കണം, നാരിൽ നിന്ന് നൂലുകൾ സൃഷ്ടിച്ചെടുക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരു മെഷീൻ. പിന്നെ കംപ്രസ് ചെയ്യണം, ഇത് കംപ്രസ് ചെയ്ത് അമർത്തി ഇതാക്കി പാഡ് ഉണ്ടാക്കാൻ ആ കംപ്രഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യണമല്ലോ, അങ്ങനെ അത് ചെയ്യാൻ ഒരു മെഷീൻ. പിന്നെ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്തുവാ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞ? എന്തുവാ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞ? ആരെങ്കിലും പറ, കേട്ടിട്ടുണ്ടോ സ്റ്റെറിലൈസേഷൻ എവിടെയെങ്കിലും? ആരും കേട്ടിട്ടില്ലയോ സ്റ്റെറിലൈസ് ചെയ്യുക എന്ന്? സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇത് വരാൻ പാടില്ലല്ലോ അല്ലേ? അപ്പൊ ഇത് ഡിസിൻഫെക്റ്റ് ചെയ്തെടുക്കണ്ടേ? ഇതില് വേറെ ഇതൊന്നും ചെയ്യാതിരിക്കാനെ കൊണ്ട് ഇത് ഇതാക്കി എടുക്കണ്ടേ? അപ്പൊ ആ പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ കേട്ടോ. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് സ്റ്റെറിലൈസ് ചെയ്യണം. കാര്യം ഇത് അത്രയും അല്ലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ യൂസ് ചെയ്യേണ്ട സംഭവമല്ലേ, മെൻസ്ട്രേഷൻ വരുമ്പോൾ യൂസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ എന്താണ്, അപ്പൊ ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ അതാണ്, അതായത് അത് ബാക്ടീരിയ കാര്യങ്ങൾ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനെ കൊണ്ട് അങ്ങനെ ശുദ്ധീകരിച്ച് എന്താണ് എടുക്കുന്ന പരിപാടി. അതായത് അണുബാധ കാര്യങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ, അപ്പൊ അത് വരാതിരിക്കാനെ കൊണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് അണുവിമുക്തമാക്കുക എന്ന് പറയത്തില്ലേ മക്കളെ? അതാണ് കറക്റ്റ് വാക്ക്, അതാ അണുവിമുക്തമാക്കുക എന്ന് പറയത്തില്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇത് അത്ര സെൻസിറ്റീവ് ഏരിയയിൽ യൂസ് ചെയ്യേണ്ട സംഭവമാണല്ലോ, അപ്പൊ അത് അണുവിമുക്തമാക്കി എടുത്തു. കാര്യം ഇതിൽ ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ലല്ലോ അല്ലെ? ഇൻഎക്സ്പെൻസീവ് ആയിട്ട് ഉള്ള മെഷീൻ വെച്ചാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പൈസ കുറഞ്ഞ രീതിയിലാണെങ്കിലും ഈ പറഞ്ഞ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി എടുത്തോണ്ട് കാര്യമില്ലല്ലോ. അപ്പം ദിസ് ടു ഈസ് ദി റിസൾട്ട് ഓഫ് ട്രയൽ ആൻഡ് എറർ. അപ്പൊ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു 3 പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്തതും പലതരത്തിലുള്ള ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ്. ദ ഓൺലി മെത്തേഡ് ഐ എവർ റെക്കമെൻഡ് ഫോർ ജെനുവിൻ ഇന്നോവേഷൻ. അപ്പൊ കണ്ടില്ലേ, ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. പല സ്ഥലത്ത് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വരുന്നുണ്ട്, ഇത് മാർക്ക് ചെയ്ത് വെച്ചോണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നു, ഒരു കാര്യം ചെയ്യുന്നു, അത് എറർ ആവുന്നു, പിന്നെയും ചെയ്ത് നോക്കുന്നു, എറർ ആവുന്നു, പിന്നെ ട്രൈ ചെയ്യും, എറർ ആവും, ഫൈനലി അത് സക്സസ് ആവും. അപ്പൊ ഇങ്ങനത്തെ മെത്തേഡ് പലതവണ ചെയ്ത് ചെയ്ത് ശരിയാക്കി എടുക്കുന്ന മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പൊ നമ്മുടെ അരുണാചലം പറയുന്ന എന്താണ്, ഈ മെത്തേഡിലാണ് പുള്ളി വിശ്വസിക്കുന്നത്. ഫോർ ജെനുവിൻ ഇന്നോവേഷൻ, പലതരത്തിലുള്ള പുതിയ ആവിഷ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ വരണമെങ്കിൽ ഇങ്ങനത്തെ മെത്തേഡിലൂടെ അത് ശരിയാവത്തുള്ളൂ എന്നാണ് ആര് പറയുന്നത്? അരുണാചലം പറയുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സാർ ഓഫ് കോഴ്സ് മെനി MNCs വുഡ് ഹാവ് മെയ്ഡ് യുവർ ഹാൻഡ്സം ഓഫേഴ്സ് ഫോർ യുവർ മെഷീൻ. നിങ്ങളുടെ ഈ മെഷീന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഹാൻഡ്സം ഓഫേഴ്സ് പല വലിയ കമ്പനികളും കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. വേർ യു ടെംപ്റ്റഡ് ടു ടേക്ക് എനി ഓഫ് ദീസ് ഓഫേഴ്സ്. ഈ ഓഫറുകളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ആ ഓഫറുകളിൽ വീണ് പോയിട്ടില്ലേ? അതിൽ വീണ് പോകാൻ സാധ്യത ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചോദിച്ചപ്പോൾ ആൻസർ എന്താണ്? ആൻസർ പറയുന്നു, ഇറ്റ് ടുക്ക് മീ 13 years ടു ഗെറ്റ് എ പേറ്റന്റ് ഫോർ മൈ ഇൻവെൻഷൻ. എൻ്റെ ഈ കണ്ടുപിടുത്തത്തിന് എനിക്ക് പേറ്റന്റ് കിട്ടാൻ, പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനുള്ള പൂർണ്ണ അധികാരം കിട്ടും, അവരുടെ റൈറ്റ് ആണ് കേട്ടോ, അവർക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ.
ഇത് വേറെ ആരെങ്കിലും കോപ്പിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഫൈൻ വരും, അല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടാൻ ഒക്കെ ഉള്ള അധികാരം കൊടുക്കുന്ന സംഭവമാണ് പേറ്റന്റ് കേട്ടോ. ഒരു സംഭവത്തിന്റെ പേറ്റന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് ആ ഒരു ഇൻവെൻഷന്റെ ഓണർ കേട്ടോ. അതാണ് പേറ്റന്റ്. ഇപ്പൊ പേറ്റന്റ് ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ്ങിന്റെ ഓണർ നമ്മളായി മാറുന്നു. അപ്പൊ അങ്ങനെ ഇതിന്റെ പേറ്റന്റ് ആരെടുത്തു? ഇദ്ദേഹം എടുത്തു. അപ്പൊ അതിന് എത്ര വർഷം എടുത്തു? 13 വർഷം എടുത്തു ഈ ഒരു പേറ്റന്റ് കിട്ടാൻ. വെൻ ഐ ഗോട്ട് ദി പേറ്റന്റ് ഐ പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദി പബ്ലിക് ഡൊമൈൻ. ഈ പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ സംഭവം പുള്ളി പബ്ലിക് ഡൊമൈനിൽ വെച്ചു. ഫോർ എനിവൺ ഹൂ വാണ്ടഡ് ടു യൂസ് ഇറ്റ്. ഇനി ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ പുള്ളി പബ്ലിക് ഡൊമൈനിൽ പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനെ കൊണ്ടുള്ള ഇതിൽ ഡൊമൈനിൽ വെച്ചു. കാര്യം എന്താ, പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓണർ ആരാ? അരുണാചലവും കമ്പനിയാണല്ലോ. അപ്പൊ ഇത് ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോഴും ഇതിന്റെ ക്രെഡിറ്റ് കാര്യങ്ങൾ ഒക്കെ ഓൾറെഡി ഇയാൾക്ക് തന്നെ വരും. അതേപോലെ എന്താ, അതിൽ നിന്നിട്ട് ചെറിയ പൈസ വരുമാനവും എന്തായാലും ഇയാൾക്ക് കിട്ടും അല്ലേ? ശരിയല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ഐ സെൽ മൈ മെഷീൻസ് അറ്റ് എ സബ്സിഡൈസ്ഡ് പ്രൈസ് ടു വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, നമ്മളെ കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതുപോലത്തെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു മെഷീൻ എന്ത് ചെയ്തു? സബ്സിഡൈസ്ഡ് പ്രൈസിൽ. സബ്സിഡൈസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സബ്സിഡിയോട് കൂടി, അതായത് കുറഞ്ഞ പൈസയിൽ കേട്ടോ, പൈസ കുറച്ച് ആ ഒരു രീതിയിൽ ഇത് കൊടുക്കാൻ തുടങ്ങി അവർക്ക്. മൈ പ്രോഫിറ്റ് മാർജിൻ ഈസ് ബേസ്ഡ് ഓൺ നീഡ് നോട്ട് ഗ്രീഡ്. കാര്യം എന്റെ പ്രോഫിറ്റ് മാർജിൻ നീഡ് അനുസരിച്ചാണ്, ഗ്രീഡ് അനുസരിച്ചല്ല. അത്യാഗ്രഹമുള്ള വ്യക്തിയല്ല പുള്ളി ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് പൈസ ചെറുതായിട്ടൊന്ന് ഇളവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, കൂടുതൽ ആൾക്കാർ ഇത് മേടിക്കത്തില്ലേ അല്ലേ? കൂടുതൽ ആൾക്കാർക്ക് ഇതിന് ആവശ്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സും ആൾക്കാരും എല്ലാം ഇത് പർച്ചേസ് ചെയ്യാൻ വരും ഈ മെഷീൻ കാര്യങ്ങൾ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പുള്ളി കുറച്ച് പൈസ കുറച്ചായിരുന്നു ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് കൊടുക്കുന്ന, ആൾക്കാരുടെ ഗ്രൂപ്പുകൾക്കൊക്കെ കൊടുക്കുന്നത്, സെൽഫ് ഹെൽപ്പ് കുടുംബശ്രീ പോലുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ ഈ മെഷീനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, അങ്ങനെ ഐ ബിലീവ് ദാറ്റ് ദ സക്സസ് ഓഫ് ഓൺട്രപ്രീനർഷിപ്പ് ലൈസ് നോട്ട് ഇൻ മേക്കിംഗ് മണി. ഈ പറയുന്ന ഇവരൊക്കെ സംരംഭകരല്ലേ. അപ്പൊ ഇങ്ങനത്തെ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ എന്താണ്, അതിന്റെ സക്സസിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് പൈസ അല്ല, പക്ഷെ എന്താണ്, മറ്റുള്ളവർക്ക് ബട്ട് ഇൻ അലോവിങ് അതേഴ്സ് ടു ബെനിഫിറ്റ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം വേണ്ടതെന്ന് ആര് പറയുന്നു? അരുണാചലം പറയുന്നു. ക്ലിയർ ആണോ? സർ, വൈ ഡു യു പ്രൊമോട്ട് വുമൺ ആൻഡ് വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സോ മച്ച് എന്ന് ആദ്യം അടുത്ത ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ സംഘങ്ങൾ ഒക്കെ ഇല്ലേ, അപ്പൊ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ കുടുംബശ്രീ പോലെയുള്ള പല ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ അങ്ങനത്തെ സ്ത്രീകളുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇതിനൊക്കെ എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ റിപ്ലൈ ഇതാണ്: ഗാന്ധിജി സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് വുമൺ കുഡ് ട്രാൻസ്ഫോം ഇന്ത്യ. ഗാന്ധിജി ബിലീവ് ചെയ്ത എന്താണ്, സ്ത്രീകൾക്ക് ഇന്ത്യയെ മൊത്തം ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. ഐ ഫോളോഡ് ഗാന്ധിസ് വിസ്ഡം ആൻഡ് ഹിസ് പാത്ത്. ഞാൻ ഗാന്ധിയുടെ വിവേകവും പാതയുമാണ് പിന്തുടരുന്നത്. മൈ വിഷൻ ഈസ് ടു ജനറേറ്റ് 1 million ജോബ്സ്. എൻ്റെ ആഗ്രഹം എന്താണ്, 1 million ജോലികൾ ഇന്ത്യയിലെ വുമണിന് വേണ്ടിയിട്ട് 1 millionോളം ജോലികൾ ഉണ്ടാക്കിയെടുക്കുകയും പ്രൊമോട്ട് 100% ഹൈജീൻ ഇൻ ഹൗസ് ഹോൾഡ്. അപ്പം വീടുകളിൽ 100% ഹൈജീൻ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്നാര് പറഞ്ഞു? അരുണാചലം പറഞ്ഞു. ഹൗ ക്യാൻ ഐ ബെസ്റ്റ് ഡു ദാറ്റ്? എനിക്കത് എങ്ങനെ ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും? ഐ യൂസ് ദ പവർ ഓഫ് വുമൺ ടു എംപവർ വുമൺ. ഞാനത് വുമണിലൂടെ തന്നെയാണ് നേടിയെടുക്കുന്നത്. അവരുടെ പവർ യൂസ് ചെയ്താണ് ഇത് സാധ്യമാക്കുന്നതെന്നാണ് പറയുന്നത്. ഐ യൂസ് ദ പവർ ഓഫ് വുമൺ ടു എംപവർ വുമൺ. സ്ത്രീകളുടെ ശക്തി തന്നെ ഉപയോഗിച്ച് അവർക്ക് കരുത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, അവരെ എംപവർ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞു? അരുണാചലം പറഞ്ഞു. ഇൻ മൈ മിഷൻ 3 elements ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. എൻ്റെ മിഷനിൽ, എൻ്റെ ലക്ഷ്യത്തിൽ 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ്? അവെയർനെസ്, അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി.
ഒന്ന് അവയർനെസ് കൊടുക്കുക ആൾക്കാർക്ക്, അല്ലെ, അറിവ് കൊടുക്കുക ഈ പറഞ്ഞ പല കാര്യങ്ങളെയും പറ്റിയും അവർക്ക് എന്താ അവരെ ജാഗരൂകരാക്കുക, അവയർനെസ് കൊടുക്കുക. അതേപോലെ തന്നെ അവൈലബിലിറ്റി ഉണ്ടാകുക, കാര്യങ്ങളുടെ ലഭ്യത ഉണ്ടാക്കി കൊടുക്കുക ആൾക്കാർക്ക്. അതേപോലെ തന്നെ അഫോർഡബിലിറ്റി, അപ്പം ഒന്ന് ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് കാര്യങ്ങൾ ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ അവൈലബിലിറ്റി, ഈ പറഞ്ഞ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണമല്ലോ, അവർക്ക് അവൈലബിൾ ആയിരിക്കണം, കാര്യങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കുക. അവർക്ക് അവൈലബിൾ ആക്കിയാൽ മാത്രം പോരാ, അഫോർഡബിൾ ആയിരിക്കണം. സാധനം ഉണ്ടായാൽ മാത്രം പോരാ, അത് മേടിക്കാൻ പറ്റണ്ടേ. അപ്പൊ ആ രീതിയിൽ പൈസ ഒക്കെ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ലെവലിലേക്ക് കൂടി എത്തിക്കുക. ഈ 3 കാര്യങ്ങളാണ് പുള്ളിയുടെ മെയിൻ എന്താണ് ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ്, പുള്ളിയുടെ മിഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ്, മെയിൻ കാര്യം ഈ 3 ഘടകങ്ങളാണ്. ആൾക്കാരെ ജാഗരൂകരാക്കുക, ഇതിനെ പറ്റിയിട്ടുള്ള അറിവും കാര്യങ്ങളും കൊടുക്കുക. അടുത്തത് അവൈലബിലിറ്റി ഉണ്ടാകുക, അവർക്ക് വേണ്ട സ്ഥലത്ത് ഈ പറയുന്ന സംഭവങ്ങൾ എത്തേണ്ട സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവൈലബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ അഫോർഡബിലിറ്റി, എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന പ്രൈസിൽ ഇത് എത്തിക്കുക. വുമൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് വുമൺ ആൻഡ് ക്രിയേറ്റ് അവയർനെസ് ഓൺ മെൻസ്ട്രൽ ഹൈജീൻ. കാര്യം എന്താണ്, വുമൺ ആവുമ്പോൾ വുമണിനോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം മെൻസ്ട്രൽ ഹൈജീൻ്റെ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ വുമണിനാണ് കൂടുതൽ പറഞ്ഞെടുക്കാൻ പറ്റുന്നത് എന്ന് പുള്ളി പറയുന്നു. അപ്പൊ അതാ നോക്കിക്കേ, ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടല്ലേ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്നതാ പുള്ളി, അല്ലേ, ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനിൽ എല്ലാം പോയി, പൈസയും പോയി, അല്ലെ, ഭാര്യ ഉപേക്ഷിച്ചു പോയി, എല്ലാം പോയ സിറ്റുവേഷനിൽ നിന്നതാ. അവിടുന്ന് എങ്ങോട്ടാ പുള്ളി ഒരു വലിയ പേറ്റന്റ് ഒക്കെ എടുത്ത്, അല്ലെ, വലിയൊരു ലെവലിലേക്ക് വളർന്നത് നമ്മൾ കണ്ടു, അല്ലേ, റൈറ്റ്? യെസ്. അപ്പൊ ദാ you had said you prefer to use the word detail rather than retail. When you mention your product, could you explain what you mean by this? അപ്പോൾ നിങ്ങൾ റീറ്റെയിലിന് പകരം ഡീറ്റെയിൽ എന്നുള്ളൊരു വാക്കാണല്ലോ നിങ്ങൾ മെയിൻലി നിങ്ങളുടെ പ്രോഡക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണെന്ന് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി ആൻസർ പറയുന്ന ഇതാണ്: മോർ ദാൻ ടേൺ ഓവർ ഐ ഫോക്കസ് ഓൺ ഇമ്പാക്ട്. ടേൺ ഓവർ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ വർഷം, അല്ലെ, ലാസ്റ്റിൽ വരുമ്പോൾ വലിയൊരു വരുമാനം ഉണ്ടാക്കുന്നതിനും അപ്പുറം പുള്ളിയുടെ ഉദ്ദേശം എന്താണ്, വലിയൊരു ലാഭം ഉണ്ടാക്കുന്നതിനും അപ്പുറം ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, സൊസൈറ്റിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ് പുള്ളിയുടെ ഒരു മെയിൻ എയിം. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ഷുഡ് ബി ഇമ്പാക്ട് ബേസ്ഡ്. അപ്പൊ ഇങ്ങനത്തെ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ്, ആ സമൂഹത്തിന് നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ, സാമൂഹിക നന്മ മുൻനിർത്തി സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ഫോക്കസ് എന്തായിരിക്കണം, ഇമ്പാക്റ്റ് ആയിരിക്കണം, ഇമ്പാക്റ്റ് ബേസ്ഡ് ആയിരിക്കണം, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളും വരുത്താൻ വേണ്ടി ആയിരിക്കണം. ഐ ആസ്ക് ദി വുമൺസ് കളക്റ്റീവ്സ് ടു പേഴ്സണലി ടോക്ക് ടു എവറി വുമൺ കസ്റ്റമർ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഹൈജീൻ. ഞാൻ എന്താണ് സ്ത്രീകളോട്, ഐ ആസ്ക് ദി വുമൺസ് കളക്റ്റീവ്സ്, ഈ പറഞ്ഞ കളക്റ്റീവായിട്ട് നിൽക്കുന്ന വുമണിനോട് എന്ത് പറയും, ബാക്കിയുള്ള കസ്റ്റമറായിട്ടുള്ള വുമണിൻ്റെ അടുത്ത് സംസാരിച്ച് അവരുടെ ഹൈജീൻ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് അവർക്ക് അതിനെപ്പറ്റി അറിവ് കൊടുക്കാനൊക്കെ പറയും. അവർ എയിം ഈസ് ടു ഇൻക്രീസ് ദി നോട്ട് ടു ഇൻക്രീസ് സെയിൽസ് ബട്ട് ടു ഇൻക്രീസ് അവയർനെസ്. അപ്പൊ എൻ്റെ കമ്പനിയുടെ മെയിൻ ഉദ്ദേശം എന്താണ്, സെയിൽ ഇൻക്രീസ് ചെയ്യുക മാത്രമല്ല, അതിനും അപ്പുറം ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുക, അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളെ പറ്റി അവരെ അവെയർ ആക്കുക, അവർക്ക് അതിനെപ്പറ്റി അറിവ് പകർന്നു കൊടുക്കുക. വി ഹാവ് ക്രിയേറ്റഡ് 1363 ലോക്കൽ ബ്രാൻഡ്സ് ആൻഡ് ഏൺഡ് $750 million in revenue so far. അപ്പൊ ഞാൻ ഏകദേശം 1363 ലോക്കൽ ബ്രാൻഡുകൾ തന്നെ എൻ്റെ ഈ ഒരു മെഷീൻ സിസ്റ്റം വഴി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ, പല കുടുംബശ്രീ പോലുള്ള പല ആൾക്കാർക്കും ഈ മെഷീൻ സിസ്റ്റം എല്ലാം കൊടുക്കും. എന്നിട്ട് അവരുടെ സ്വന്തം ബ്രാൻഡിൽ ഇത് ഇറക്കുമല്ലോ. അപ്പൊ പേറ്റന്റ് വഴി മെഷീൻ ഇവരുടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവർക്കും ക്രെഡിറ്റ് കിട്ടും, മനസ്സിലായില്ലേ, അവരുടേതായ ഇത് കിട്ടും. അപ്പൊ ഡീറ്റെയിലിംഗ് ഇൻഫർമേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് ഇസ് എ ടഫ് തിങ് ടു ഡു. അപ്പൊ ഇങ്ങനെ ആൾക്കാർക്ക് അറിവ് പകർന്നു കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണെന്ന് പറയുന്നു. I bow to all teachers as they spend their whole life detailing things to people. അപ്പൊ അതേ സമയം തന്നെ പുള്ളി എന്ത് പറയുക, എനിക്ക് ടീച്ചേഴ്സിനോട് പോലും ഞാൻ അതുകൊണ്ട്
ടീച്ചേഴ്സിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് അവരോട്. ഞാൻ അവരെ ഓർത്ത് വണങ്ങുന്നു, ടീച്ചേഴ്സിനെ ഓർത്ത് വണങ്ങുന്നു. കാര്യം കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന അല്ലെ പല കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഒരു കാര്യം ഇതുപോലെ തന്നെയാണല്ലോ, അപ്പൊ ഞാൻ അവരെ വണങ്ങുന്നു എന്നുള്ള രീതിയിൽ കൂടി പുള്ളി പറയുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് യു എവർ ഗെറ്റ് എനി സപ്പോർട്ട് ഫ്രം പോളിസി മേക്കേഴ്സ് ഓർ ഗവൺമെന്റ് ഏജൻസീസ് ഫോർ യുവർ പ്രൊജക്ട് സർ? ക്യാൻ യു ടെൽ അസ് ഹൗ ദ ഗവൺമെന്റ് സപ്പോർട്ടഡ് യുവർ എഫേർട്സ്? അപ്പൊ പുള്ളിയോട് ചോദിച്ചു, ഗവൺമെന്റ് അല്ലെ പോളിസി മേക്കേഴ്സ് ഇവരൊക്കെ, അതായത് ഗവൺമെന്റ് തന്നെ, ഗവൺമെന്റ് ഈ പ്രൊജക്ടിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതിന് ആൻസർ ആയിട്ട് നമ്മുടെ അരുണാചലം പറയുന്നത്, IIT മദ്രാസ് ഓണേർഡ് മീ വിത്ത് ദി നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ഗ്രാസ് റൂട്ട്സ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അവാർഡ്. എന്ത് വലിയ പേരാ അല്ലേ. അപ്പൊ നാഷണൽ ഇന്നോവേഷൻസ് ഫൗണ്ടേഷൻസ് ഗ്രാസ് റൂട്ട്സ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അവാർഡ്. ഇത് പഠിക്കാൻ പറ്റുവാണെ പഠിച്ചു വെച്ചോണേ കേട്ടോ, വലിയ വാക്കാണ്. എന്തെങ്കിലുമൊക്കെ വാക്കുകളിൽ ഏതെങ്കിലുമൊക്കെ വാക്കെങ്കിലും ഓർത്ത് വെക്കാൻ നോക്കണം. നാഷണലും ഇന്നോവേഷനും ഒക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. നാഷണലും ഇന്നോവേഷനും ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അവാർഡ്, ഫൗണ്ടേഷൻസ് ഗ്രാസ് റൂട്ട്സ് ഓർത്തില്ലെങ്കിൽ ബാക്കിയെല്ലാം എഴുതി വെക്കണം കേട്ടോ. ഐ റിസീവ്ഡ് ദി അവാർഡ് ഫ്രം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ IIT മദ്രാസ് കൊടുത്ത അവാർഡ് ആരുടെ കയ്യിൽ മേടിച്ചത്? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെലക്ടഡ് മീ ഫോർ ദി പത്മശ്രീ അവാർഡിന് 2016 പത്മശ്രീ അവാർഡും പുള്ളിക്ക് കിട്ടി. ദ ഇന്ത്യൻ പാർലമെന്റ് ഡിസ്കസ് ദി ഇഷ്യൂ ഓഫ് വുമൻസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അറ്റ് ഗ്രേറ്റ് ലെങ്ത് ആൻഡ് ദ ഗവൺമെന്റ് വേവ്ഡ് GST ഓൺ ദി സാനിറ്ററി നാപ്കിൻസ്. ഇതിന്റെ എഫക്റ്റ് ആയിട്ട് വേറെ എന്ത് ചേഞ്ച് വന്നു പുള്ളിയുടെ ഈ ഒരു മൂവ്മെന്റ് കാരണം, പ്രൊജക്ട് കാരണം? ഇന്ത്യൻ പാർലമെന്റ് സ്ത്രീകളുടെ ഈ വുമൺ ഹെൽത്ത് ആൻഡ് ഹൈജീനെ പറ്റിയിട്ട് വലിയ വലിയ ഡിസ്കഷൻസ് നടത്തി പാർലമെന്റിൽ. അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിനുകളെയൊക്കെ GST യിൽ നിന്ന് ഒഴിവാക്കി. ബട്ട് വാട്ട് ഐ കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ഓൾ ഈസ് ദാറ്റ് മൈ ഫാമിലി കെയിം ബാക്ക് ടു മീ. പക്ഷെ ഇതിലെല്ലാം അപ്പുറം ഏറ്റവും എന്താണ് വലിയ കാര്യമായിട്ട് പുള്ളി കാണുന്നത് എന്താണ്? പുള്ളിയുടെ ഫാമിലി തിരിച്ചു വന്നു ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ, പ്രശസ്തി കിട്ടിയപ്പോൾ അല്ലെ, പുള്ളിയുടെ ലക്ഷ്യം വിജയിച്ചപ്പോൾ പുള്ളിയുടെ നഷ്ടപ്പെട്ടു പോയ ഫാമിലി ആൾക്കാരെല്ലാം തിരിച്ചു വന്നു. What message do you have specifically for the young innovators and social entrepreneurs of our nation? What advice would you give to our students? അപ്പോൾ ഈ രാജ്യത്തെ സംരംഭകർക്കും ഈ രീതിയിലുള്ള സോഷ്യൽ സാമൂഹികമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്ന സംരംഭകർക്ക് വേണ്ടിയിട്ട്, ആ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് സംരംഭങ്ങൾ തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് മെസ്സേജാണ് താങ്കൾക്ക് കൊടുക്കാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, എഡ്യൂക്കേഷൻ എംപവേഴ്സ്. എഡ്യൂക്കേഷൻ നമ്മളെ എംപവർ ചെയ്യുന്നു, നമ്മളെ എന്താണ് പവർഫുൾ ആക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അറിവ് ഉണ്ടെങ്കിൽ കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് പറഞ്ഞു. We must, however, always bear in our mind that we do not need to beg for a job after education. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കണമെന്ന് പറയുന്നു, പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ജോലി ഇങ്ങനെ നമ്മൾ പലയിടത്തും ഇങ്ങനെ ബെഗ് ചെയ്ത് അല്ലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെണ്ടി ഇങ്ങനെ ജോലി ഉണ്ടോ എന്ന് ഇങ്ങനെ തെണ്ടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻ ടു സോഷ്യൽ പ്രോബ്ലംസ്. സോഷ്യൽ പ്രോബ്ലങ്ങൾക്ക്, സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാമോ എന്ന് ആദ്യം നോക്കുക. അതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ജോബ് ഫോർ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അതിലൂടെ എന്തെങ്കിലും ജോലി നേടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. യു നീഡ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ടു ഐഡന്റിഫൈ ദ പ്രോബ്ലം. പക്ഷെ അതിനുവേണ്ടി എന്ത് വേണം? ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് എഡ്യൂക്കേഷൻ ആൻഡ് നോളജും കാര്യങ്ങളും വേണം. കാരണം പ്രോബ്ലം കണ്ടുപിടിക്കണമെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിലും അതിനുള്ള അറിവും കാര്യങ്ങളും വേണം. അപ്പൊ അതിന് പഠിത്തം വേണം. കൺവേർട്ട് എവരി പ്രോബ്ലം ഇൻ ടു ആൻ ഓപ്പർച്യൂണിറ്റി. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഓരോ പ്രോബ്ലവും എന്താണ്? ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായിട്ട് കാണുക. പ്രോബ്ലം ഒരു അവസരമാണെന്ന് കാണുക. കം ഔട്ട് വിത്ത് എ സൊല്യൂഷൻ. ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൂടി കണ്ടുപിടിക്കുമ്പോഴാണ് അതിന് ഒരു അവസരമാവുന്നത് അല്ലെ. ആൻഡ് ഇൻവെൻഷൻ ആൻഡ് ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രൈസ്. അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഒരു ഇന്നോവേഷൻ ആകുന്നു, അത് ഒരു എന്റർപ്രൈസ് ആക്കി മാറ്റുന്നു, അത് വലിയൊരു സംരംഭം ഉണ്ടാക്കാൻ ഒരു കാരണമാകുന്നു. ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആൻഡ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ സൊല്യൂഷനുകൾക്ക് അല്ലെ, സൊല്യൂഷൻ കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറുക, സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആയിട്ട് മാറുക. അതേപോലെ എന്താണ്? സോഷ്യൽ ഓൺട്രപ്രണേഴ്സ് ആയിട്ട് മാറുക, സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംരംഭകരായിട്ട് മാറുക. ട്രാൻസ്ഫോം ദി വേൾഡ്. അങ്ങനെ ഈ ലോകത്തെ മൊത്തം മാറ്റിമറിക്കൂ എന്നാണ്
അരുണാചലം പറഞ്ഞത്. അത്രയും പറഞ്ഞ് പുള്ളി നിർത്തി. താങ്ക് യു വെരി മച്ച് സാർ. വി ആർ ഷുവർ യുവർ ലൈഫ് ആൻഡ് വേർഡ്സ് ഓഫ് വിസ്ഡം വിൽ ഇൻഡീഡ് ബി ആൻ ഇൻസ്പിറേഷൻ ഫോർ ദി ജനറേഷൻസ് ടു കം. വരാനുള്ള തലമുറയ്ക്ക് അങ്ങയുടെ അല്ലെ ഈ ഒരു വിവേകവും കാര്യങ്ങളും ഒരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ അവിടെ എൻഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു മക്കളെ ഈ ഒരു സ്റ്റോറി. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച ഫീനിക്സ് റൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്താലോ? അപ്പൊ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് യൂണിറ്റ് എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2 യൂണിറ്റും കംപ്ലീറ്റ് ആയി. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു 2 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. അത് നമുക്ക് റിവിഷൻ ചെയ്യാം എക്സാമിന് മുമ്പായിട്ട്. ഇംഗ്ലീഷിന്റെ എക്സാം എന്നാ ഡേറ്റ് അറിയാമോ? ഇംഗ്ലീഷിന്റെ എക്സാം എന്നാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക ഡേറ്റ് കേട്ടോ. എല്ലാ സബ്ജക്റ്റിന്റെയും ടൈം ടേബിൾ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടേത് ഓണപരീക്ഷയുടെ കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താം. താങ്ക് യു.